എന്തായാലും നമുക്ക് തുടങ്ങാം. കുറെ കാലമായിട്ട് നടത്തണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു അതെ ഡിസ്കഷൻ ആണ്. അതെ. പിന്നെ ഓരോ കമ്മിറ്റ്മെന്റ് കാര്യങ്ങളായോണ്ട് പിന്നെ ആൾക്കാരെ കിട്ടാൻ പ്രയാസമാണെന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് പിന്നെ എങ്ങനെ നീണ്ടു പോയി. എന്തായാലും ഇതിപ്പോ ഒരു ഹാഫ് സീസൺ റിവ്യൂ പോലെ എടുക്കാം. നമ്മൾ എന്തായാലും ഇപ്പൊ ഹാഫ് ആയല്ലോ. അതെ ഒരു അതെ അതെ. പ്ലേയേഴ്സിനെ ജഡ്ജ് ചെയ്യാനും നമ്മളെ പെർഫോമൻസ് ജഡ്ജ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാമ്പിൾ സ്പേസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നമുക്ക് തുടങ്ങാം. അപ്പം ഫേസ്റ്റ്ലി ഒരു ജനറൽ ഫീലിംഗ് എന്താണ് ഈ സീസണിനെ കുറിച്ച്? ഇതുവരെയുള്ള ഒരു ജനറൽ ഫീലിംഗ് പോസിറ്റീവ് ആണോ, ന്യൂട്രൽ ആണോ, നെഗറ്റീവ് ആണോ, എന്താണ്? അല്ല, എന്തായാലും സീസൺ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും ഒന്ന് ബെറ്റർ തന്നെയാണ്. ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ ഏയ് ഒന്ന് ശ്രദ്ധിക്കണ്ട. സീനൊന്നുമില്ല. സീസൺ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും ബെറ്റർ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ബെൻസമ്മ പെട്ടെന്ന് പോകുന്നു, അതെ നമ്മളാകെ പരക്കം പാച്ചിൽ പോലുള്ള ഒരു അവസ്ഥ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഒരു അതെ. സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഉള്ള ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ നമ്മള് എത്രയോ അതല്ല, പ്രീ സീസണിൽ better ആണ്. നമുക്ക് കോർട്ടുവാനും മിലിറ്റാവിനും നഷ്ടപ്പെട്ട് ഭയങ്കര ഒരു നഷ്ടമാണ് ആക്ച്വലി. നമ്മളെ അതും ഡിഫൻസിലെ ACL. ഡിഫൻസിലെ രണ്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സിനെ നഷ്ടപ്പെട്ടത്, അതും സീസൺ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പൊ എന്തായാലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ഡിഫൻസീവ് റെക്കോർഡ് ഉണ്ടാവുന്നു. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോ അതെ അല്ല, അത് കാർലോ റുഡീഗറുള്ള ഒരു നല്ല മാനേജ് ചെയ്തു മെയിൻ. ആ അതെ ഒരു അതെ കാര്യത്തില്. അതെ അതെ, കാർലോ നൈസായിട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ട് ഇതുവരെ. പിന്നെ ഈ ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ഇത് എന്താ റൂഡിഗർ റുഡീഗർ വളരെ എന്താ പറയാ അവസരത്തിനൊത്ത് സ്റ്റെപ്പ് അപ്പ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ആ ഓപ്പർച്യൂണിറ്റി കയ്യിലെടുത്ത് എന്താ വെറുതെ ബെഞ്ചിൽ പുള്ളി ഇരിക്കാനല്ല എന്നുള്ളൊരു ഇതിൽ വന്ന് അതെ 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 പുള്ളി റയൽ കഴിഞ്ഞ മാഡ്രിഡിന്റെ സീസൺ സ്റ്റാർട്ടിങ് CB ആവാന്നുള്ള ഒരു ഇത് അതെ കാണിച്ചു അതെ തന്നെ റൂഡിഗർ. അതെ. അല്ല, കഴിഞ്ഞ സീസണില് പുള്ളിക്ക് പൊതുവെ അധികം ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഇല്ല സീസണിലെ ഇഞ്ചുറി കൊണ്ടാണെങ്കിലും അങ്ങനെ ഒരു ചാൻസ് കിട്ടി. പിന്നെ അല്ല, ഇപ്പൊ നമുക്ക് പിന്നെ പൊതുവെ അറിയാം പുള്ളിയുടെ ക്വാളിറ്റി. അതിന് അതെ അതെ പ്രശ്നമൊന്നുമില്ല. ഒരു ചാൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ നമ്മുടെ ആർക്ക് ഇഞ്ചുറി വന്നാലും ACL ആണ്. അതെ അതെ, ഇത്ര അധികം ACL വരുന്ന ഒരു സീസൺ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല ഒരു ടീമിനും. അതെ അത് അലാബയുടെ ഇഞ്ചുറി ഒക്കെ കണ്ടിട്ട് എനിക്ക് ആകെ ഞാൻ നമ്മള് മനസ്സിൽ പറയല് ഈ ചങ്ങായിക്ക് ഇപ്പൊ ഇത് എന്തിനാ ഇങ്ങനെ പോയി ചെയ്യേണ്ട ആവശ്യം എന്ന് നമുക്ക് എന്താ ഒരു ഇമോഷന്റെ പുറത്ത് തോന്നും. പക്ഷെ എന്താണ് ഇന്ത്യ ഫുള്ള് ACL ആണ് ACL പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് അത്. ഞാനും ACL ഡയറായിട്ട് കിടക്കാൻ സർജറി ഉണ്ട് അതെ അല്ലേ. കഴിഞ്ഞാൽ. ഞാനെന്താ ലിഗ്മെന്റിൽ പ്രശ്നമായിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താ വെച്ചാൽ നമ്മള് നേരത്തെ റുഡിഗർ സ്റ്റെപ്പ് ചെയ്തല്ലോ ഇഞ്ചുറി കാരണം. അതേപോലെ സ്റ്റെപ്പ് ചെയ്ത വേറൊരു പ്ലെയർ ആണ് ബ്രഹീം ഡിയാസ്. അപ്പം സത്യം ഒരു ഇത് നോക്കുകയാണെങ്കിൽ അതെ ഇഞ്ചുറീസ് ഒക്കെ നമുക്ക് നല്ല രീതിയിലും എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ പറയാം. അതെ. മാനേജ് ചെയ്യാൻ അല്ല, പറ്റി. ഒന്ന് അതാണ് മറ്റേ എന്താ പറയാ, ഇത് പറയണ നമ്മള് ഇത്രയും വിചാരിച്ചില്ല. ഇത്രയും ഈ ബെഞ്ച് പ്ലേയേഴ്സ് വെച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇത്ര നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല ആരും. നമ്മൾ വിചാരിച്ച നമ്മളെ ഒരു ഡെപ്ത് ഇല്ലാത്തൊരു സ്ക്വാഡാണ്. എന്താ പറയാ, തീരെ ഒരു മെയിൻ പ്ലേയേഴ്സ് പോയാ നമുക്കൊരു പിന്നെ നമ്മൾ ചാമ്പ്യൻസ് തോക്കാൻ ലീഗ് എന്നൊക്കെ തുടങ്ങുന്നുള്ള ആലോചിക്കുമ്പോ വിചാരിച്ചാണ്. അല്ല, ബ്രഹീമൊക്കെ വരുമ്പോഴേ ഞാനും ഒന്ന് ആലോചിച്ചു. കാരണം പുള്ളി അവിടെ AC മിലാനിൽ ഷൈൻ ചെയ്ത് നിൽക്കുക, ഇവിടേക്ക് ആൻസലോട്ടി വിളിച്ചു വരുത്തി ബെഞ്ചിൽ ഇരുത്തേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ കുറച്ച് ആലോചിച്ചതായിരുന്നു. പിന്നെ ഫസ്റ്റ് അവന് അധികം ചാൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ പുള്ളിക്ക് അറിയാം ആർക്ക് ആൻസലോട്ടിക്ക് ചില സിറ്റുവേഷൻസ് ഒക്കെ മാൻ അതൊക്കെ മാനേജ്മെന്റില് വേറെ ലെവലാണ് പുള്ളി ആൻസലോട്ടി തന്നെ ഫസ്റ്റ്. നമുക്ക്. അത് മാത്രല്ല, ആൻസലോട്ടി എന്താ നാളെ എൽ ഞാൻ വിചാരിച്ചു ക്ലാസിക്കോ നല്ല ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കുന്നു. അതെ മിലാൻ കഴിഞ്ഞ സീസൺ 1-2 കളി അടിപൊളിയായിട്ട് കളിക്കും. പിന്നെ ഒരു 5-6 കളി ആകെ എന്താ പറയാ സീനിലേ ഉണ്ടാവില്ല. പിന്നെയും ഒരു വന്ന് ഹാട്രിക് അടിച്ച് അല്ലെങ്കിൽ 5-6 അസിസ്റ്റ് കൊടുത്ത് അങ്ങനെ. സ്റ്റാർട്ടിങ് 11 ഒക്കെ ഒരു ആരെ പിക്ക് ചെയ്യാന്ന് ചോദിച്ചാല് നമ്മൾ ആ സിറ്റുവേഷനിൽ ഇല്ലാത്ത ഒരു നല്ല ബെറ്റർ ആണെന്ന് തോന്നുന്ന അവസ്ഥയിൽ ഞാൻ ചിന്തിക്കാറ് കേട്ടോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സിറ്റി എന്ന് പറയുന്ന ടീമിനെ ഗെയിംസ് ഒക്കെ കളിക്കുകയാണെങ്കിലേ ആരിനെ ഇറക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തോറ്റത് അത്
അത് അതിനെ ഒരിക്കലും കുറിച്ച് എന്താ പറയണ്ട. പറയാ, നെവർ ഹാപ്പൻഡ്. അത് ശരിക്കും അതെന്താ വെച്ചാൽ നമ്മൾ ഈ സെയിം ഗെയിം പ്ലാൻ വെച്ചിട്ട് തന്നെ സെക്കൻഡ് ലെഗിലും പോയി. അതെ, അവിടെ അത് പോയി ഭയങ്കര ഒരു അതാക്കി ബ്ലണ്ടർ ആയിരുന്നു. അതെ, ബ്ലണ്ടറായിരുന്നു. പെപ്പ അത്രക്കും മണ്ടനല്ലല്ലോ. അതന്നെ. ബ്ലണ്ടർ അല്ല, ആയിരുന്നു. സംഭവം അതാണ്, പെപ്പ് ആയതുകൊണ്ടായിരുന്നു നമുക്ക് അത്രയും ദേഷ്യം. കാരണം അങ്ങേരെ അടുത്ത് സെയിം സ്ട്രാറ്റജി വെച്ച് പിന്നെയും പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്തിട്ടില്ല. അവരെല്ലാവരും അഴിച്ചു വിട്ടു. കാരണം നമ്മൾ 20 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യുള്ളൂ എന്ന് അവർക്ക് അറിയാം. അത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു നമ്മളെ സൈഡിൽ നിന്നുള്ള ഗെയിം പ്ലാൻ. പ്രഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ സ്റ്റാർട്ടിംഗ് ലെവനും പ്രഡിക്റ്റബിൾ ആയിരുന്നു. കുഴപ്പമില്ല, അത് കളി നമ്മളെ എന്തായാലും അതിനെ കുറിച്ച് സംസാരിക്കാം കുറച്ച് അല്ല, കഴിഞ്ഞിട്ട്. നമുക്കിപ്പോ എല്ലാ കൊല്ലവും ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറഞ്ഞാലും പ്രശ്നമുള്ളത് തന്നെയാണ്, ബുദ്ധിമുട്ട് കാര്യം തന്നെയാണല്ലോ. ആണ്. പിന്നെ ആ ഒരു കോൺസെപ്റ്റ് അതെടുക്കാൻ ഇത്രയില്ല, പറ്റും. ഇടക്കിടക്ക് അടിക്കുന്നുണ്ടാ നമുക്ക് അതെ അതെ ഇത്. ഓരോരുത്തർക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്യാനേ ഇതില്ല. അതെ. അങ്ങനത്തെ അവസ്ഥ. നമ്മളിവിടെ എല്ലാ കൊല്ലവും അടിക്കുന്നു പറയാം. നമ്മള് അങ്ങനത്തെ ഒരു അവസ്ഥ. ഇപ്രാവശ്യം UCL എവിടെ വരെ പോകുന്നാണ്, UCL മാത്രമല്ല എല്ലാ കോമ്പറ്റീഷനിലും എവിടെ വരെ പോകുന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ലൈക്ക് ഇൻ മൈ ഒപ്പീനിയൻ, ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ലാലിഗ ഐ ഡൊമസ്റ്റിക് ഡബിൾ തിങ്ക് ഉറപ്പാ. ലാലിഗ നമുക്ക് കിട്ടുന്നാന്ന് തോന്നുന്നത്. ജിറോണ അതെ, ആണ് മെയിൻ കോമ്പറ്റീറ്റർ. പക്ഷെ അവർക്ക് നല്ല ലക്ക് എന്ന് പറയാൻ പറ്റില്ല, നല്ല കളി വരുന്നുണ്ട്. പക്ഷെ ഇഞ്ചുറി വൈസ് അവര് അത്ര ടെസ്റ്റഡ് ആയിട്ടില്ല. അപ്പൊ ഡെപ്ത് ഒന്നുകൂടി ടെസ്റ്റഡ് ഇല്ല, ആവുമ്പോൾ അവര് കുറച്ച് കഴിഞ്ഞാൽ അവര് അവര് ഡ്രോപ്പ് ആവും എന്നൊക്കെ ഡ്രോപ്പ് തന്നെയാണ്. ആവേണ്ടതാണ്. അല്ല, നാച്ചുറലി എല്ലാവരുടെയും അങ്ങനെയാണ് സംഭവിക്കാറ്. അതെ, എല്ലാ സീസണിലും ഇങ്ങനെ ഒരു ടീം വന്ന് എക്സാമ്പിൾ ഒരു ടീം ഉണ്ട്. ഐ മീൻ സോഷ്യഡാഡ് 2-3 സീസൺ മുന്നേ എല്ലാരും വന്ന് ഭയങ്കര കത്തികറി. പിന്നെ ഫെബ്രുവരി ആവുമ്പോ എല്ലാരും ടയേർഡായി, ഫാറ്റീഗായി. പക്ഷെ ഇത് ഇവരുടേത് കുറച്ചുകൂടെ ഒരു ആധികാരികമായിട്ടുള്ള കളിയാണ് ഇവര് കളിക്കുന്നത്. സ്കോർ വൈസ്, സ്കോർ ലൈൻ വൈസ് ഒക്കെ ഇവര് നോട്ട് ജസ്റ്റ് സീയിങ് ഇറ്റ് ത്രൂ. ഇവര് ഫുൾ നല്ല ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് അവരാണല്ലോ. നമ്മളെക്കാൾ കൂടുതൽ ഗോൾ അടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നാള് നോക്കിയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ലീഗ് മാച്ച് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ അവര് നമ്മളെക്കാട്ടിയും ഗോൾ അടിച്ചിട്ടുണ്ട്. അവര് സ്കോർ ചെയ്യുന്നുണ്ട്, മെയിൻ ആയിട്ട് സ്കോറിങ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവർക്കെതിരെ കളിച്ചപ്പോഴും എനിക്ക് അങ്ങോട്ട് ഇവര് വലിയൊരു ഇതായിട്ട് അന്ന് ആ മാച്ച് ഇവർക്ക് ഭയങ്കര ഒരു അനോമാലി പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത് എനിക്ക് തോന്നുന്നു ജിറോണക്കൊക്കെ നമുക്ക് ജിറോണ പോലെ കളിക്കുന്ന ടീമാണ് സെറ്റ്. നമുക്ക് കളിക്കാൻ അഗേൻസ്റ്റ് ടെൻഷൻ ഇല്ലാതെ കളിക്കാൻ പറ്റുന്നത്. ജിറോണ പോലെ അറ്റാക്ക് ചെയ്ത് തീരെ പേടിയില്ലാണ്ട് റയൽ മാഡ്രിഡിന് അഗേൻസ്റ്റ് കളിക്കുമ്പോഴാണ് റയൽ മാഡ്രിഡിന്റെ ശരിയായ കളി വരുന്നത്. അത് ശരിയാട്ടോ, നമുക്കെതിരെ ഒരു ഡിഫൻസീവ് സ്ട്രക്ചർ ഒക്കെ വെച്ച് കളിക്കുന്ന ടീമാണെങ്കിൽ ഭയങ്കര പാടാ. നാപ്പോളി മാച്ച് അങ്ങനെ തന്നെ ആയിരുന്നു. ആ ഒരു സ്റ്റൈലാകുമ്പോ നമുക്ക് സ്യൂട്ട് ആവും. UCL എന്താണ് പ്രതീക്ഷകൾ? UCL ഞാൻ പോക്ക് വെച്ചിട്ട് എന്തായാലും ഒരു സെമി വരെ എന്തായാലും ഞാൻ, മീൻസ് എന്തായാലും എന്ന് പറയാനും പറ്റില്ല, പക്ഷെ ഞാൻ സെമി വരെ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സിറ്റീനെ ഇടയിൽ കിട്ടരുത്, ഫൈനലിൽ മാത്രം കിട്ടുക. സിറ്റീനെ കടക്കാൻ പറ്റൂല എന്നല്ല, പക്ഷെ 2 ലെഗില് ഗാർഡിയോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ. കാരണം ഒരു കളി, ഒന്നാമത് സെക്കൻഡ് ലെഗ് നമ്മുടെ ഹോമിൽ വരണം. ഇപ്പൊ കഴിഞ്ഞ സീസൺ തന്നെ ചിലപ്പോ അങ്ങനെയായിരുന്നെങ്കിൽ ചിലപ്പോ നമ്മൾ ജയിച്ചിട്ടുണ്ടാവും കേട്ടോ, പറയാനൊന്നും പറ്റില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്, നമ്മുടെ സെക്കൻഡ് ലെഗ് ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോ, കാരണം ഇപ്പോ ഹോം ഗോള് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. സോറി, അതേ ഗോള്. അത് കാരണം കൊണ്ട് മിക്ക ടൈം ഇപ്പൊ അങ്ങനെ തന്നെ തോന്നണം അല്ലെ. സെക്കൻഡ് ലെഗ് ഹോമിലുള്ളവർ തന്നെയാണ് അഡ്വാൻറ്റേജ് കൂടുതൽ കേറി പോകുന്നതൊക്കെ. അപ്പോ സെമി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും. കാരണം നമ്മുടെ റീസൺ, കാരണം നമ്മൾ പ്ലേയേഴ്സ് ഒരു ക്ലച്ച് ആൾക്കാർ, എങ്ങനെയുള്ള ഗെയിമിലൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. ഇപ്പൊ ഈ കഴിഞ്ഞ കളിയിൽ തന്നെ വിനീഷ്യസിനെ പറയുമ്പോഴേ, ഞാൻ വിനീഷ്യസ് എന്തായാലും ഫോം ഇതാവണേ ഉള്ളൂ. ഞാൻ വിനീഷ്യസിനെ കയറ്റാണ്ട് പുള്ളി ബ്രഹീമിനെ ഇറക്കി. ഞാൻ വിചാരിച്ചു വിനീഷ്യസിനെ കയറ്റായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ ആ റണ്ണിലാണ്, അവന്റെ ആ റണ്ണില് ഗോളും വന്നു. വിനീഷ്യസ് ഒക്കെ ആ ഒരു ടൈപ്പ് പ്ലെയർ ആണ്. ഒരു ബാഡ് ഗെയിം ആണെങ്കിലും എങ്ങനെയെങ്കിലും ഷോ ഒരു എന്തെങ്കിലുമൊക്കെ ആ ഒരു ക്ലച്ച് മൂവ്മെന്റിൽ ഇവന്മാര് ഒരു, മീൻസ് മെയിൻ ആയിട്ട് ഇത്ര വലിയ മാച്ചിലൊക്കെ അവർ എങ്ങനെ പോയാലും പെർഫോം ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പോർട്ടന്റ് മൂവ്മെന്റ്. ആൻസലോട്ടിക്ക് പിന്നെ അങ്ങനെ അതേ ഉള്ളൂ കേട്ടോ. ആൻസലോട്ടി അതാണ് മെയിൻ. പുള്ളിക്ക് ഇപ്പൊ 90 മിനിറ്റും ഡൊമിനേറ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു മൈൻഡ് അല്ല പുള്ളി. ഒരു മൂവ്മെന്റില്
എങ്കിലും ഒരു മൊമെന്റ് ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് ഉണ്ടാക്കി ഗോൾ അടിക്കുക, ഉം. അങ്ങനത്തെ ഒരു അങ്ങനെയായാലും പുള്ളി ഉം. അല്ല പുള്ളി എന്താണ് ആ ഒരു എക്സ്പീരിയൻസിൽ റിയാലിറ്റി ഉം. അത്രയും അല്ല അത് കാലത്ത് വന്ന ശരിയാണ്. ഒരാള് നമ്മള് സിറ്റി മാത്രല്ല, അല്ല എനിക്ക് തോന്നുന്നു ബയണും കുറച്ച് സ്ട്രോങ് ആണ്. പക്ഷെ സിറ്റി കഴിഞ്ഞ പ്രാവശ്യം അത്ര സ്ട്രോങ് ആണ് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് അല്ല തോന്നുന്നത് അത് നമ്മുടെ ഈ ശരിയാട്ടോ. ഇഞ്ചുറി വൈസ് ഉള്ള ഈ പ്രശ്നങ്ങൾ നമ്മളെ ഇതുവരെ എന്താ എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ അറ്റ് സം പോയിന്റ് ഉം. എവറിത്തിങ് നമ്മളതാ മൈറ്റ് ഗോ നമ്മൾ റോങ്. എങ്ങനെയൊക്കെയോ സ്കോർ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെ അതെ, അത് സസ്റ്റൈനബിൾ നമുക്കൊരു ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല. ആ അപ്പൊ അറ്റ് ദ വേഴ്സ്റ്റ് മൊമെന്റ് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇതിൽ ബി UCL നോക്കൗട്ട് ആയിരിക്കും. ഋത്വിക് എന്താ പറയുന്നത്? അതെ, ഒപ്പീനിയൻ. അതന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. എംബീസായാലും ചാൻസ് ഉള്ളത് അതിന് നല്ല ടീമാണെങ്കിൽ ഫൈനലെത്തിയാ പിന്നെ നമ്മൾ കപ്പടിക്കും, അത് ഉറപ്പ്. പക്ഷെ അത് ഉറപ്പാണ്. സെമീസ് വരെ എന്തായാലും അവിടെ എത്തേണ്ട ആവശ്യമുള്ളൂ. അതെ, സെമി സെമീസ് വരെ എന്തായാലും എത്തും. ഇപ്പൊ ബയാണോ അല്ലെങ്കിൽ ബയാണി പറഞ്ഞ പോലെ നല്ല ടീമാ. ഈ സാനെ അങ്ങനൊക്കെ എല്ലാരും നല്ലോണം കളിക്കുന്നുണ്ട്. അവര് നമ്മള് ബുണ്ടസ് ലീഗ ആയതുകൊണ്ട് നമ്മൾ അധികം ശ്രദ്ധിക്കാത്തതാണോ എന്താ അറിയില്ല. പിന്നെ ലെവർകൂസൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ബയാന്റെ നല്ല കളി ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കാത്ത ഈ സീസൺ. ബയൺ നല്ല ടീമാണ്, അവർക്ക് ചാൻസ് ഉണ്ട്. അവരും സിറ്റിയും റയൽ മാഡ്രിഡും ആണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ബാക്കി എല്ലാരും പിന്നെ എന്താ ഫെയ്ഡ് ഔട്ട് ആവും. അത്ര ഭയങ്കര അതെ, എല്ലാരും ഫെയ്ഡ് ഔട്ട് ആവും. ഈ ഒരു 3 ടീം എന്താ പറയാ, നമ്മൾ ഈ 3 ടീമിലൊരാള്, നമുക്ക് ഈ 2 ടീമിലൊരാള് സെമീസ് കിട്ടിയാല് കുറച്ച് ബുദ്ധിമുട്ടാവും ജയിക്കാൻ. അത് കഴിഞ്ഞാൽ സീൻ ഉണ്ടാവില്ല. സെമീസ് എന്തായാലും എത്തും. സെമീസ് കാർലോ പുരികം പൊക്കി എത്തിച്ചോളും എന്ന് വിചാരിക്കാം. നമുക്ക് പിന്നെ ടഫ് ടൈ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഫൈനലിൽ എത്തൂല. അതാണ് ഒരു തലവേദന. വേറെ എല്ലാ ടീമും ടെൻഷൻ ചെറിയ ചെറിയ അടുപ്പിച്ച് ടീമിനൊക്കെ കിട്ടിയിട്ട് നമുക്ക് ബയണും ചിലപ്പോ ബയണിന് ക്വാർട്ടറിലും കിട്ടും, സിറ്റീന് സെമിയിലും കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴും ടൈസ് വരാം. അങ്ങനൊക്കെ ആയിരിക്കും ചിലപ്പോ ഫൈനലിൽ എത്തുക പൊതുവെ. അതാണ് നമ്മളെ അയാക്സിനോടൊക്കെ പൊട്ടി പുറത്താവും. പക്ഷെ അത് ശരിയാ, ചെറിയ ടീം വന്നാൽ നമ്മൾ ചിലപ്പോ പുറത്താവും. അതാണ് ചെറിയ പ്രശ്നം. ടീമിന് വന്നാൽ ചിലപ്പോ പുറത്താവും. എന്തായാലും നോക്കാം. അധികം കഴിഞ്ഞ പ്രാവശ്യം ലിവർപൂളിനൊക്കെ കിട്ടിയപ്പോ പേടിച്ചതായിരുന്നു. പക്ഷെ നമ്മള് ചാമ്പ്യൻ വരുന്നേ. അതെ, എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക് ഡബിൾ പ്ലസ് UCL സെമി അതായിരിക്കും കോപ്പ ഡെൽ റേ അടിക്കായിരിക്കും അല്ലേ, ഹോപ്പ്ഫുള്ളി. ഡൊമസ്റ്റിക് എന്തായാലും അടിക്കണം, കാരണം വേറെ ആരും സ്ട്രോങ് ഇല്ല. ബാഴ്സ അടക്കം ഭയങ്കര വീക്കാ. പക്ഷെ ഈ അത്ലറ്റീന്റെ പ്ലേ സ്റ്റൈൽ നമുക്ക് തീരെ സൂട്ട് ആവുന്നില്ല, അതാണ് പ്രശ്നം. ഇല്ല തീരെ സൂട്ട് ആവുന്നില്ല. അയ്യോ, അവര് ബാക്കി ടീംസ് ഒക്കെ അവരെ പന്നിക്ക് ഇടുന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ നമ്മളിടുന്നില്ല. നമ്മളെന്താ അറിയില്ല, അവർക്ക് എങ്ങനെയാ വേണ്ടത്, ഐ മീൻ അവർക്ക് എങ്ങനെയാണോ നമ്മളെ കിട്ടേണ്ടത് അതേപോലെ നമ്മൾ പോയി കളിച്ചു കൊടുക്കുക. We are playing like they want us to play. കളി കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇടണം വിചാരിച്ച, കാരണം അത്ലറ്റിക്കോന്റെ എന്തൊക്കെ ഗോൾ അടിക്കണ്ടോ ചാൻസ് കിട്ടണ്ടോ അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളാണ്. മാക്സിമം എപ്പോഴും അങ്ങനെയാണ്. മുമ്പും അതേപോലെ അവര് ഡിഫൻസിൽ എന്തെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കും, കൊണ്ടുപോയും ഗോൾ അടിക്കും. മാക്സിമം അവര് ഡ്രോ ഒക്കെ നമ്മുടെ ബെർണബോയിലൊക്കെ പിടിക്കണത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതായിരിക്കും. അവര് പിന്നെ ഏരിയലി നല്ല ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഭയങ്കര വീക്ക് പോയിന്റ് ആട്ടോ. നമ്മുടെ ഭയങ്കര വീക്ക് അത് ഭയങ്കര വീക്ക് പോയിന്റ് ആണ്, പക്ഷെ ആരും അങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളിപ്പോഴും ഡിഫെൻസീവ്ലി ഭയങ്കര സ്ട്രോങ് ആണ് പേപ്പറിൽ, പക്ഷെ ഏത് ക്രോസ് വരുമ്പോഴും അവരുടെ സ്ട്രൈക്കറാണ്. അതെ, നോക്കാം. അത് അതന്നെ മൊറാട്ടയൊക്കെ ഒരു ഇതിൽ തന്നെ കളിക്കണം. മീൻസ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നാച്ച് എങ്ങനെയാണ് മൊറാട്ടനെ ഡീൽ ചെയ്യണത് എന്ന് നോക്കണ്ട്. പുള്ളിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി ഇപ്പോ ഒരു വലിയ സൈസുള്ള ആൾക്കാരൊക്കെ വന്നാൽ പുള്ളിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് റുഡിഗർ, മിലിറ്റാവ് ഒക്കെ തന്നെ വേണം.
മിൽറ്റാവ് തന്നെ അലാബ അത് വരണം. മാത്രല്ല നാച്ചോന് പിന്നെ കുറച്ച് പേഷ്യൻസ് കുറവാ. കമ്പോഷർ എന്ന് ആ പറയുന്ന സാധനം കുറച്ച് കുറവാ. നാച്ചോന് അതെ അതെ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടും നാച്ചോ ഇടക്ക് ഉം. പണ്ട് റാമോസ് ഒക്കെ ഉം. കേറി പോയി അതെ. ഇടക്ക് ബോൾ ആ എടുക്കാൻ പോകും ഹാഫിലേക്ക്. അതേപോലെ നാച്ചോ ഇപ്പോഴും പോകുന്നുണ്ട്. നാച്ചോ മോശമെന്നല്ല, പക്ഷെ നാച്ചോ റാമോസിന്റെ ലെവലിലുള്ള ഡിഫൻഡർ അല്ല. ഉം. എന്നിട്ടും പുള്ളി വെറുതെ പോയി എന്താ പറയാ അതിനെ അറ്റംപ്റ്റ് ചെയ്ത് അതെ ബോൾ അതെ കളയുന്നത് നിർത്തേണ്ട കാലം കഴിഞ്ഞ്. അല്ല അതെ. ഇടയിൽ ഒരുപാട് സിറ്റുവേഷൻ അങ്ങനെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ പോയിട്ട് അതെ. ഇവിടെ ഒരു ഫ്രണ്ടിൽ ഗ്യാപ്പ് പോയി വെറുതെ വരും. ബോൾ എടുക്കുന്നത്. അപ്പൊ ഒരു വെറു വലിയൊരു ഗ്യാപ്പ് അങ്ങ് വരും. അപ്പൊ അടുത്ത കൗണ്ടർ വരും. ഉം. നാച്ചോനാണെങ്കിൽ വയസ്സാവുകയും ചെയ്ത് ഓടി പിടിക്കാനും പറ്റില്ല. അപ്പൊ ആ ഒരു അതെ. കമ്പോഷർ ആ നാച്ചോന് ഇപ്പോഴും ഇല്ല. എന്താ അറിയില്ല, ഇത്രയൊക്കെ ഭയങ്കര വയസ്സായിട്ടും. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാല് നാച്ചോ റുഡിഗറും ഉള്ള ബാക്ക് ലൈനില് നാച്ചോ ഇസ് മോർ പ്രോൺ ടു ദിസ് ക്രേസി സ്റ്റഫ്. ആ റുഡിഗർ ആണ് കാം അതെ, ആയിട്ടുള്ള പേഴ്സൺ. റൂഡിഗർ അല്ല. അതെ. ഉം. അതെ 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 പുള്ളിയും പോവാൻ നിന്നതായിരുന്നു. നമ്മളെന്തോ പിടിച്ചു നിർത്തിയത് കൊണ്ട് ഇപ്പൊ നമുക്ക് അല്ല അങ്ങനെയെങ്കിലും ഒരു നാച്ചോ അല്ലെ സ്റ്റെപ്പ് എംബാബയ്ക്ക് ചെയ്യായിരിക്കും. മുമ്പൊക്കെ അല്ല, നല്ല ലിങ്ക് ഉണ്ടായിരുന്നായിരുന്നു നല്ല അല്ലെ. ബാക്കപ്പാണ്. നാച്ചോ ഒരു നല്ല ബാക്കപ്പാണ്. പക്ഷെ അല്ല പിന്നെ ഇങ്ങനെ എന്താ ഒരു അറിയോ വലിയ ഗെയിമൊക്കെ വരുമ്പോ നല്ല ടെസ്റ്റഡ് ആവുന്നുണ്ട് പുള്ളി. അതാണ് സീൻ. അല്ല ഞാൻ മീൻസ് ഒരു കഴിഞ്ഞ സീസണിൽ തന്നെ ഏകദേശം നമ്മുടെ ആ പാവു ടോറസ് ഇല്ലേ വില്ലാറിയലിലൊക്കെ അടിക്കുന്ന ഇപ്പൊ സമയത്ത് ഇപ്പൊ നമ്മളെ ചെറിയൊരു ലിങ്ക് ഉണ്ടായിരുന്നു. ആ, അപ്പൊ ഞാന് ആ ഒരു സൈനിങ് ചിലപ്പോ ചെയ്യായിരിക്കും വിചാരിച്ചു. കാരണം ഒരു ലെഫ്റ്റ് ഫുട്ടിൽ ആ ഒരു പൊസിഷനിൽ സെന്റർ ബാക്ക് ലാലിഗ വേണ്ട ഒരു എക്സ്പീരിയൻസ് ഉള്ള സിറ്റുവേഷൻ പോലെ ആയിരുന്നു. അപ്പോ കാരണം അവനാണെങ്കിൽ ബാക്കിന്ന് കളി കൊണ്ടുവരാനും കുഴപ്പമില്ല, നല്ല പ്ലെയർ ആണ്. പലാബ വല്ല സീന് വരികയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചു. പക്ഷെ പുള്ളിനെയും സൈൻ ചെയ്തില്ല. പിന്നെ ഗാർഡിയോളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവനെ തൊടാൻ പറ്റില്ല. 80 മില്യൺ ഒക്കെ ആയിരുന്നു. അത് കാരണം പിന്നെ നമ്മൾ എന്തായാലും പിന്നാലെ പോയിട്ട് കാര്യമില്ല. രണ്ടുപേരും ഇപ്പം പ്രീമിയർ ലീഗിൽ കളിക്കുന്നുണ്ട്. അതെ. പിന്നെ ഇപ്പൊ ഇന്നാളിൽ റീസെന്റ് ആയിട്ട് ഞാൻ അൽനാസറില്ലേ ഇപ്പൊ ലപ്പോർട്ട് കളിക്കണത് അല്ലേ. ലെപ്പോർട്ട് അൽനാസറിൽ പോയി. ലെപ്പോർട്ടൊക്കെ കറക്റ്റ് ഫിറ്റ് ആവുന്ന പ്ലെയർ ആയിരുന്നു. ലെഫ്റ്റ് ഫുട്ടാണ്. ഗാർഡിയോള നല്ല അല്ല രീതിയിൽ ഇടയിൽ ഒരു ടെസ്റ്റ് ലിങ്ക് ചെയ്ത ഒക്കെ ഒരു കണ്ടു പ്ലെയർ. ഇങ്ങോട്ട് വരാൻ ചാൻസ്. അതെ അതെ. അല്ല നമ്മള് നമ്മുടെയൊക്കെ ട്രൈ ചെറിയൊരു ലിങ്ക് പോലെ എന്തോ ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടു. നമ്മളെ CBക്ക് വേണ്ടി അങ്ങനെ ട്രൈ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അല്ല പിന്നെ ഇല്ല ഇല്ല. അതെ നാച്ചോനെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ ജസ്റ്റിഫൈഡ് ആണ്. കാരണം നാച്ചോ ഇത്ര കാലം ക്ലബിന് ലോയലായി നിന്ന് നമ്മൾ പറഞ്ഞാൽ ലോയൽറ്റിക്കൊക്കെ നല്ല രീതിയിൽ വാല്യൂ കൊടുക്കുന്ന അതെ അതെ ക്ലബും ആണ്. ഡ്രസ്സിംഗ് റൂം നമുക്ക് പ്രസൻസും. നല്ല മുതലായ ഒരു പ്ലെയർ അതാ തന്നെയാണ്. അതാ. നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അതെ അങ്ങനെ ഒരു മെന്റാലിറ്റി ഏത് ടൈപ്പ് ഉള്ള പൊസിഷനിലും പ്ലെയർ ഇടാം. ആയതുകൊണ്ട്. അതെ അതെ അല്ല എല്ലാ പൊസിഷനിലും ഇടാം. ഈവൻ ആ കഴിഞ്ഞ സീസണിൽ സലേനെ കൂട്ടി സിമ്പിൾ ആയിട്ട് പുള്ളി അത് ലെഫ്റ്റ് ബാക്ക് കളിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പുള്ളി ഉണ്ട്. പക്ഷെ എന്താ തന്നെ പുള്ളിക്ക് ഒരു പ്രസൻസ് വേണം. പുള്ളിയായിട്ട് ഇപ്പൊ വരാന്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ യുണൈറ്റഡ് പോയിട്ട്. അതെ. ഞാൻ കൊറേ ആലോചിച്ചാണ് ഇവനൊക്കെ എന്തിനാ പോകേണ്ട ആവശ്യം. കാരണം ഇവിടെ നിന്നുണ്ടായിരുന്നെങ്കിൽ എത്ര 18 വയസ്സിൽ സ്റ്റാർട്ടിംഗ് ലെവലില് തുടങ്ങിയതാണ്. അതും സെൻട്രൽ ബാക്ക് പൊസിഷനില്. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരെ പിന്നാലെ പോണവര് പോട്ടെ. അതിപ്പോ അതെ. കാശിന്റെ പിന്നാലെ പോണവര് പോട്ടെ. കാശ് മാത്രമായിരിക്കില്ല. അവരിപ്പം ബ്രോ പറഞ്ഞ പോലെ മാത്രല്ല വരാനെ അതിപ്പോ ഇവിടെ വരാനും ജയിക്കാനുള്ളതൊക്കെ പറഞ്ഞു. ജയിച്ചു കഴിഞ്ഞു. വേൾഡ് അതാ കപ്പ് അടിച്ചു കഴിഞ്ഞു. വരാൻ ഈ 29 വയസ്സില് ഫുട്ബോൾ കംപ്ലീറ്റ് ചെയ്തെന്നുള്ള പോലെ ആയിട്ടാണ് പോയത്. പിന്നെ വരാൻ തന്നെ പറഞ്ഞത് ആ പ്രഷർ ഇനി ഹാൻഡിൽ ചെയ്യണ്ട എന്നുള്ളൊരു ഇതിലാണ് പോയതെന്ന് പറഞ്ഞത്. നമ്മളെ ചിലപ്പോ യുണൈറ്റഡിൽ പേടിച്ചിട്ടുണ്ടാവും ഇനി ഇതെല്ലാം എന്റെ തലയ്ക്ക് വരുമെന്ന് പേടിച്ചിട്ടുണ്ടാവും. അതല്ല യുണൈറ്റഡിൽ ഇപ്പോ എന്താ അവർക്ക് ടോപ്പ് 4 കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്നുള്ള അതുപോലെയല്ലല്ലോ നമ്മള്. നമുക്ക് UCL അടിക്കണം, ലീഗ് അടിക്കണം, എന്ത് കളിക്കുന്നുണ്ടെങ്കിലും എല്ലാ ട്രോഫി അടിക്കണം എന്നുള്ള പോലെയാണ്. പിന്നെ വരാനിപ്പോ ഒരു 3-4 കളി എന്താ മോശം കളി കളിച്ചാൽ 5ാമത്തെ കളിയില് ബൂയിങ്ങും വരും ബാക്കിന്ന്. അതൊന്നും അത് വരാനും കശ്മീരും ഒക്കെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവര് ഇവിടെ അടിക്കാനുള്ളതൊക്കെ അടിച്ചു കഴിഞ്ഞു. അടിച്ചു. പിന്നെയും നമ്മള് കുഴപ്പമില്ലാന്ന് വെക്കാം. കാരണം ഇടയ്ക്ക് പുള്ളി ഒരു ഗോളൊക്കെ ഇടും ഒരു ക്രൂഷ്യൽ ടൈമിലൊക്കെ. അങ്ങനത്തെ ഒരു കാലിബർ ഉള്ള പ്ലെയർ ആയിരുന്നു. അപ്പൊ ഇവന്മാർക്ക് തന്നെ കഴിഞ്ഞ സീസണിൽ അങ്ങനെ കുറച്ച് ഗോൾ അടിച്ചിട്ടുണ്ട്. ഈ സീസണിലും കുറെ അടിച്ചിരുന്നല്ലോ. ഫസ്റ്റ് 1-2 മന്ത്സിൽ കാശ്മീർ ആയിരുന്നു ടോപ്പ് സ്കോർ ആയി. ഇന്നാളെ എന്തോ പറയണ്ടായിരുന്നു അവരുടെ എത്രാമത്തെയോ ടോപ്പ് സ്കോറർ ഒക്കെയാണ് പുള്ളി. അവരാരും ഗോൾ അടിക്കില്ലല്ലോ ഇപ്പൊ. ഇല്ല അവിടെ ഫോർവേഡ്സ് ഗോൾ അടിച്ചിട്ട് കുറെ കാലം.
അങ്ങനെ ഒരു ടീം. അത് വേറെ അല്ല വിറ്റ്. അതിന് ഞാൻ സത്യം പറഞ്ഞ പൊതുവെ ഇല്ലേ, ഞാൻ ഒരു ക്ലബും എന്താണ് സീനാവണേല് ഒരു സന്തോഷിക്കുന്ന ഒരാളല്ല കേട്ടോ. പക്ഷെ ഞാൻ യുണൈറ്റഡിൽ എന്താ അറിയില്ല, എനിക്കൊരു കസിനും ഉണ്ട്, ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇതൊക്കെ യുണൈറ്റഡ് നന്നായി ഫാൻസ് എൻജോയ് കൊറേ ഉണ്ട്. ചെയ്തിട്ട്. ആ, ഔ ഉണ്ട്. അമ്മമാര് അലമ്പന്മാര് ഇവരിനെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. ഇപ്പൊ അതെ സംസാരിക്കുകയാണെങ്കിൽ അതെ കൂടി അഹങ്കാരത്തിലേ സംസാരിക്കുള്ളൂ. സത്യം. ഇപ്പൊ അരമണിക്കൂർ തന്നെ എന്നെ അനിയനോട് ഞാൻ അടിയാക്കിയിട്ടുള്ളൂ. യുണൈറ്റഡ് ഭയങ്കര ക്ലബ്ബാന്ന് പറഞ്ഞിട്ട്. ഓ അതാണ്. ഏറ്റവും കൂടുതൽ എന്താ പറയാ, നമ്മള് സർപ്രൈസ് ചെയ്ത പ്ലെയർ എന്റെ അഭിപ്രായത്തിൽ ജൂഡാണ്. ജൂഡ് തന്നെ ശരിയാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പറയുമ്പോ ഇപ്പൊ ഒന്നും പെർഫോം ചെയ്യില്ല എന്ന് വിചാരിച്ച് പെർഫോം ചെയ്ത ലെവലല്ല ജൂഡ്. ജൂഡ് എന്തായാലും പെർഫോം, പക്ഷെ ഗോള് ഇത്ര സ്കോർ ചെയ്യണത് അതെ. അതെന്തായാലും അത് ശരിയാ. അത് നമ്മള് കാരണം നമുക്ക് അതും എല്ലാം ഇമ്പോർട്ടന്റ് ഗോൾ തന്നെയാണ്. കാരണം ജൂഡിന്റെ ഇത്ര ജയിച്ച ഗോൾ ഔട്ട്പുട്ട് വരുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. ഒരിക്കലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഉം, സ്കോറിങ് ഉണ്ടാവുന്നു. ഞാൻ അതെ. ഡോട്ട്മുണ്ടിൽ കണ്ട ഇത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗോൾ അടിക്കുന്നുണ്ടായിരുന്നു. പറ്റില്ല. ഞാനും അതന്നെ. ഞാൻ സത്യത്തില് 130 എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഹസാർഡിനെ നമുക്ക് ഓർമ്മ വരണേ 100 താണ്ടണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഉം, ഈ ഒരു അത് എംബാപ്പെ എന്നുള്ളത് നമുക്കൊരു ഗോൾ സ്കോററും ആയിരുന്നല്ലോ മെയിൻ. ഉം. അങ്ങനെ വെച്ചിട്ട് പക്ഷെ പുള്ളി അത് ക്രെഡിറ്റ് പുള്ളിക്ക് തന്നെയാണ്. കാരണം പുള്ളിയുടെ കോൺഫിഡൻസ് മീൻസ് ആ പ്രസന്റേഷൻ തന്നെ, പുള്ളിയുടെ സ്പീച്ച് തന്നെ കേൾക്കുമ്പോ അതെ ഞാൻ ഒരു ഇത് കേൾക്കുമ്പോ തന്നെ നമ്മൾ ഭയങ്കര ഒരു ഇത്, കാരണം അങ്ങനെ പുള്ളി പറയാം. ഉം, ഈവൻ ഞാൻ ഇന്റർവ്യൂ ഒക്കെ ഇരുന്ന് കാണും കേട്ടോ. അപ്പൊ നമ്മളെ കുറ്റം പറയുന്ന ഇന്റർവ്യൂസ് ഇല്ലേ, ഉം, അത് ഉം, ഉം. ഇരുന്ന് കാണും. കാരണം എന്നിട്ട് നമ്മൾ ജയിക്കുമ്പോ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അങ്ങനത്തെ കുറച്ച് ആയിക്കോട്ടെ ഞാന് അല്ലല്ല, അതെനിക്ക് മനസ്സിലായി. ആ ജൂഡിന്റെ ആ മെന്റാലിറ്റി ക്ലബിൽ വന്നപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് അതിന്റെ പ്രാക്ടീസ് സെഷൻസിലും ആ റിപ്പോർട്ട്സ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ അതെ. ഗോൾ ഔട്ട്പുട്ട് വരുന്നതിൽ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ ആൻസലോട്ടിക്കും ഉണ്ട്, കാർലോക്കും ഉണ്ട്. അതെ അതെ. കാരണം ആ ഒരു ജൂഡിന്റെ ആ പൊസിഷൻ ഒരു ഇത്രയും ഉം. അല്ല മുതലാക്കിയത് അത് തന്നെ കാർലോ തന്നെയാണ്. എക്സ്പീരിയൻസ് ഈ പിള്ളേരൊക്കെ ഇപ്പൊ വിനീഷ്യസും അങ്ങനെ തന്നെ ആയിരുന്നില്ല ശരിക്കും അല്ലേ. നമ്മള് ഒരു ഒരു സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ പെട്ടെന്നൊരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം ഇടയിൽ ഞാൻ വിനീഷ്യസും ആ ഫാറ്റി ഒക്കെ കത്തി നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, വിനീഷ്യസ് ഫാറ്റി ഒരു റൈവലറിക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചു. ഫാറ്റി ആണെങ്കിൽ ഗോൾ അടിച്ചു കൂട്ടുക, ഇവനോ പുള്ളിയാണെങ്കിൽ വിനീഷ്യസ് ആണെങ്കിൽ മീൻസ് ബോക്സ് വരെ എത്തും, പക്ഷെ അപ്പോഴും ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെയായിരുന്നു. പക്ഷെ ആൻസലോട്ടി വന്നു, ടോട്ടലി അത് ചേഞ്ച് ആയി. അതെ അതെ, വിനി വേറെ ലെവലായി ഇപ്പം. വേറെ മൂന്നാമത്തെ ലെവലായി. സീസൺ ആണല്ലോ അവൻ. ഭയങ്കര ഹൈ ഇനിയിപ്പോ ലെവലിൽ തൊടാൻ കളിക്കുന്നു. പറ്റില്ല അവൻ. അതന്നെ. പക്ഷെ അവന് ഞാൻ പൊതുവേ ഞാൻ ഈ വാലന്റിയർ മറ്റേ ലിസ്റ്റിലൊന്നും വലിയ പക്ഷെ എന്നാലും കഴിഞ്ഞ കൊല്ലമൊന്നും അവന് അത്ര റെക്കഗ്നേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ അതില്ല, സംഭവത്തിലൊന്നും. ശരിയാണ്. പുള്ളിക്ക് അത്ര നല്ല വന്നിട്ടില്ല. കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഉം, അതെ 2020 വെച്ചുണ്ടായിരുന്നു തോന്നുന്നു അല്ലെ, 20 ഗോൾ 20 സ്റ്റാർ റേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവൻ അതെ, അങ്ങനെ 44 അസിസ്റ്റ് ഗോൾ. അതെ, ഭയങ്കര നമ്പേഴ്സ് ഭയങ്കരമായിരുന്നു വിനീന്റെ, ഉം. പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണൊക്കെ. പക്ഷെ പിന്നെ പറഞ്ഞോ. അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ വിനി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നമ്മള് എന്ത് അഡ്വേഴ്സിറ്റി ആണെങ്കിലും, ഇപ്പൊ മോശം ഗെയിം ആണെങ്കിലും ഗെയിം ചേഞ്ച് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയർ ആണ്. അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്ലെയർ എല്ലാ ടീമിനും ഉണ്ടായിരുന്നതല്ല. പക്ഷെ നമുക്ക് അങ്ങനെ മൾട്ടിപ്പിൾ പ്ലെയേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജയിച്ച് പോകുന്നത്. നമുക്ക് അങ്ങനെ ഗെയിം ചേഞ്ച് ചെയ്യാൻ നമുക്കങ്ങനെ എംപ്ലോയേഴ്സ് ഉണ്ട്, വെറ്ററൻസും ഉണ്ട്. അങ്ങനെ അതിന്റെ ഒരു നല്ലൊരു ബാലൻസ്ഡ് ടീമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ സ്റ്റെപ്പ് ചെയ്യാൻ ബെൻസെമ ഒക്കെ ഉണ്ടായ പോലെ ബെൻസെമയുടെ ഗോൾസ് എന്താ ആ ഒരു മിസ് ചെയ്താൻ വേണ്ടിട്ട് ജൂഡുണ്ട് ഇപ്രാവശ്യം. പിന്നെ ക്രൂഷ്യൽ മൊമെന്റ്സിൽ അതേപോലെ വിനി ഉണ്ട്, വെറ്ററൻസ് ആയിട്ട് ക്രൂസ് ഉണ്ട്, മോഡ്രിച്ച് ഉണ്ട്, റോഡ്രിഗോ ഓഫ് കോഴ്സ് റോഡ്രിഗോ ആണ് ഇപ്പൊ നല്ലൊരു ബാലൻസ്ഡ് ടീമാണ്. അതെ അതെ. അല്ല ഇത് ഇവരുടെ മെയിൻ ക്വാളിറ്റി പറഞ്ഞ ആ വേഴ്സറ്റാലിറ്റിയാണ്. ഏത് പൊസിഷനിൽ ഇവന്മാരനെ ഏതിലിട്ടാലും ഇവന്മാര് കളിക്കും. അതെ, അതെനിക്ക് തോന്നുന്നു നമ്മുടെ മിഡ്ഫീൽഡ് ആണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മിഡ്ഫീൽഡിലെ അവരിനെ എവിടെ ഇട്ടാലും വിങ്ങിലിട്ടാലും ഗോൾ അടിക്കും. അതെ അതെ, അല്ല ജൂഡ് മാത്രല്ല,
ഫെഡെ പിന്നെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞ റെക്കഗ്നീഷൻ സീസൺ കിട്ടുന്നുണ്ട്. പിന്നെ ക്രൂസ്, മോഡ്രിച്ച്, ചുവമേനി, കാമവിംഗ ഒക്കെ എല്ലാരും കുറെ മൾട്ടിപ്പിൾ പൊസിഷൻസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇഞ്ചുറി സ്ട്രഗിൾസ് ഒന്നും അത്ര അറിയാത്തത് നമ്മൾ. വന്നാലും വല്ല അത്ലറ്റിക്കോ കളിക്കെതിരെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ കമ്മിങ് വന്നു. ഓ എത്ര സ്മൂത്ത് ആയി ആ വിങ്. അതെ അതെ. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ചുവമേനി തന്നെ ചിലപ്പോ കളിക്കായിരിക്കും നാച്ചോക്ക് പകരം. പക്ഷെ കാരണം ഞാൻ അതാ വിചാരിച്ചേ, ആ നാച്ചോനെ കയറ്റി ചുവമേനിനെ സെന്റർ ബാക്ക് ഇടുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെ പക്ഷെ കാരണം പിന്നെ വലിയ പ്രശ്നം തോന്നില്ല. കാരണം അവര് കുറച്ച് ഡിഫൻസീവ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല. അയ്യോ അവര് നല്ല ഡിഫൻസീവ് ആയി ഉണ്ടായിരുന്നു. അവര് 3-2 ഒക്കെ ആയപ്പം പിന്നെ പ്രത്യേകിച്ച് പഴയ ഓർമ്മകൾ വരാൻ തുടങ്ങി അയ്യോ തോന്നുന്നു. അവർക്ക് അതാണ് ഫുൾ ഡിഫൻസ്. അതെ പണ്ടത്തെ ഫുള്ള് പഴയ PTSD ഒക്കെ ഓർമ്മകൾ. വന്നിട്ടുണ്ടാവും. അല്ല, ഞാൻ സത്യം പറഞ്ഞ സിമിയോണി ശരിക്കും ഒരു ചാമ്പ്യൻസ് ലീഗ് ഡിസർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാവം ചെങ്ങായി. നമ്മള് കാരണമാണ് അടുപ്പിച്ച് 4 കൊല്ലം 2 ഫൈനല്, ഒരു സെമി, അതെ ഒരു ക്വാർട്ടർ. സിമിയോണി ഒന്നും പറഞ്ഞിട്ട് മാത്രല്ല, കാര്യമില്ല. ഗ്രീസ്മാൻ ആ കരിയറിൽ കുറച്ചുകൂടെ ഡിസേർവ് ചെയ്യുന്ന പ്ലെയർ ആണ്. അതെ. ഒരു ലീഗ് പോലും അടിച്ചിട്ടില്ലല്ലോ ഗ്രീസ്മാൻ. അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ലാലിഗയിലെ ഒരു ലെജൻഡ് അല്ലേ, പക്ഷെ ഒരു അതെ അതെ ഒരു അതെ ലീഗ് പോലും അടിച്ചില്ല. ബാർസയിൽ വന്നപ്പോ അതെ അത്ലറ്റി അവര് കപ്പടിച്ചു. ഓ എന്നിട്ട് ലീഗിലല്ലേ പറഞ്ഞ പോലെ പാവം. ലീഗ് അടിച്ചിട്ടില്ല ഗ്രീസ്മാൻ. എന്ത് കഴിഞ്ഞ കളി ടോപ്പ് സ്കോറർ ആയി തോന്നുന്നു അല്ലേ അവരുടെ ഹിസ്റ്ററിയില്. അതെ അതെ അതെ. അതെ ടോപ്പ് സ്കോററായി. അതാണ് അത്. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള പ്ലെയർ ആണ് ഗ്രീസ്മാൻ. അല്ല, നല്ല കളി. അത്ലറ്റിയിലാണെങ്കിലും ഞാൻ നല്ല സത്യം പ്ലെയർ പറഞ്ഞ ആണ്. പക്ഷെ നമ്മുടെ ടീമില് വേണമെന്ന് വിചാരിച്ച ഒരു പ്ലെയറില് ഒരു പ്ലെയർ അതെ അതെ ഗ്രീസ്മാൻ അതെ ആയിരുന്നു. ബാർസയിലേക്ക് പോയപ്പോ ഞാൻ ബാഴ്സ കുറച്ച് കൊണ്ടുപോയി പ്രാന്തൻ. അതെ ഞാൻ കുറച്ചൊന്ന് പേടിച്ചുണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി അവര് മിസ്യൂസ് ചെയ്തു. അതുകൊണ്ട് പിന്നെ വലിയ സീനായില്ല. നല്ല വേജ് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ, അത് കാരണം പോയത് തോന്നുന്നു അങ്ങോട്ട്. നല്ല ഉണ്ടായിരുന്നു. അയ്യോ ഗ്രീസ്മാൻ, കുട്ടീഞ്ഞോ, ഡെമ്പലെ, ഹോളി ട്രയോ. അയ്യോ ആ സമയത്തൊക്കെ നല്ല പേടിച്ചു. പക്ഷെ പിന്നെ അവര് മെസ്സി സെന്റർ പ്രൊജക്ട് ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. പറഞ്ഞാലേ ഉറക്കം ഉണ്ടായില്ല. ഇപ്പൊ പിന്നെ വലിയ അന്നത്തെ ഒക്കെ കണ്ട് ശീലിച്ചതുകൊണ്ട് ഇപ്പൊ പിന്നെ അത്ര വലിയ പ്രശ്നം ഇല്ല. ഇപ്പൊ നമുക്ക് കാണാം എന്തായാലും ജയിക്കിയതൊക്കെ അങ്ങനെയുള്ള. മുമ്പ് പറഞ്ഞ പേടിയായിരുന്നു. മുമ്പ് പറഞ്ഞ യുദ്ധമായിരുന്നല്ലോ അതിന്. കൊറേ ലേയേഴ്സ് ഉണ്ടായിരുന്നു. മെസ്സി, റൊണാൾഡോ, റാമോസ്, പീക്കെ, എല്ലാ മാച്ചപ്പും ലെജൻഡറി മാച്ചപ്സ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ തോക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് ചെറിയ കളിയൊന്നുമല്ലല്ലോ, വലിയ തോൽവികളല്ല നമ്മള് തോക്കുന്നത്. അതെ അതെ അതെ. ആ സമയത്ത് ക്വാളിറ്റി പറഞ്ഞ നന്നായി കളിച്ചിട്ടും കാര്യമൊന്നും ഇല്ല. ആ സമയത്ത് ജയിക്കുക തന്നെ വേണം. അത് വേറെ ചാലഞ്ച് ആയിരുന്നു. അത് പിന്നെ രണ്ട് ടീമും യൂറോപ്യൻ ഫുട്ബോളിന്റെ പിന്നക്കിൽ നിൽക്കുന്ന ടൈമാ. സോ ഇതൊരു യൂറോപ്യൻ ബ്രാഗിങ് റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയായിരുന്നു. കാരണം എല്ലാരും കാണുകയും ചെയ്യും, മെസ്സി റൊണാൾഡോ ഫാക്ടർ ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ അതിൽ ജയിക്കുന്നവരാണ്. പക്ഷെ ഇനി അങ്ങനെ ആയി വരികയായിരിക്കും. അതിന് ബാസ മനസ്സ് വെക്കുന്നില്ല. അതാണ് പ്രശ്നം. അവന്മാർക്ക് എന്തില്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവ് ഇപ്പോഴും ഇല്ല. അതാണ് വേറെ പ്രശ്നം. എന്തില്ലെങ്കിലും. പക്ഷെ ഞാൻ കഴിഞ്ഞ സീസൺ ലീഗ് അടിച്ചപ്പോഴേ ഞാൻ കുറച്ച് ഒക്കെ ഒന്ന് ഇതായി തോന്നുന്നു വിചാരിച്ചു. അപ്പോഴേക്കും ലെവൻഡോസ്കി ആയിരുന്നു അവരുടെ മെയിൻ തുറപ്പ് ചീട്ട് കഴിഞ്ഞ സീസൺ. ഗോളടിച്ച് കഴിഞ്ഞ സീസണിൽ ഡിഫൻസ് ആയിരുന്നു അവരുടെ മെയിൻ. ഡിഫൻസ് പക്ഷെ അത് സസ്റ്റൈനബിൾ അല്ലാതെ എന്താ പറയാ, സീസൺ മൊത്തം സത്യം പറയാലോ ഈ സീസൺ നടക്കുന്നവർക്ക് നല്ല ഭാഗ്യമുണ്ട്. ഓപ്പോസിഷൻ ഭാഗ്യാണോ ഇതാണോ അറിയില്ല. ഒരു ഓപ്പോസിഷന്റെ ഒരു XG-ലെ ഹാഫ് പോലും അവർ കൺസിഡർ ചെയ്തില്ല. അതാണ് അത്. ഒന്ന് ടെർ സ്റ്റീഗൻ ഭയങ്കര ഗോഡ് ലൈക്ക് ഫോമിലായിരുന്നു. പിന്നെ ഭയങ്കര വേസ്റ്റ്ഫുൾ ആയിരുന്നു ഓപ്പണൻസ്. അതൊക്കെ അവര് ഈ സീസണിൽ അവർക്ക് കിട്ടുന്നുണ്ട് കുറച്ച്. കിട്ടുന്നുണ്ട്. അതെ അവര് അതന്നെ കൊറേ ഡിഫൻസ് മീൻസ് ഭയങ്കര ഡിഫൻസ്. അതില് ഞാൻ ചാവിക്ക് കുറച്ചൊരു ഇത് കൊടുത്തു. കാരണം അയാള് വെറുതെ ടിക്കീട്ടാക്കാന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ അങ്ങനെ പോയില്ല. ചാവിക്ക് വന്നപ്പോ തന്നെ മനസ്സിലായി. ചാവിക്ക് ടിക്കറ്റാക്കിയും പിടിച്ചോണ്ട് ഫിലോസഫിയും പിടിച്ചോണ്ടിരുന്നാല് ട്രോഫികളൊക്കെ കയ്യിൽ നിന്നും എല്ലാം പോകും. അതുകൊണ്ട് തന്നെ
ഈ സീസണൊക്കെ എത്ര ക്രോസ് ഒക്കെ വരുന്നത്, അയ്യോ ക്രോസ് കുറയും. ഉം. ബാർസയൊക്കെ അറിയില്ല ക്രോസ് കേട്ടോ. ചെയ്തൊക്കെ ഇപ്പൊ ചിലപ്പോ കളിക്കുന്ന പറഞ്ഞാല് ലെവൻഡോസ്കൊന്നും ഫോം ആയിട്ടില്ല. ഇനിയിപ്പോ ഫോം ഒക്കെ ആയി കഴിഞ്ഞ് ഇനിയിപ്പോ എന്താവുന്നൊന്നും പറയാനും പറ്റില്ല. ഇനിയിപ്പോ ലെവൻഡോസ്കി പോകുമാവും എനിക്ക് തോന്നുന്നില്ല. അതും തോന്നില്ല തോന്നുന്നില്ല. എനിക്ക്. എനിക്കും തോന്നുന്നില്ല. അല്ല ഫോം ആയാലും അങ്ങനെ അവരുടെ എന്റെ അഭിപ്രായത്തിൽ അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലെയർ ഫ്രാങ്കി ഡിയോങ് ആണ്. ഫ്രാങ്കി അതെ. ഡിയോങ്ങിന്റെ പെർഫോമൻസിന് അനുസരിച്ചിരിക്കും അവരുടെ ടീം പെർഫോമൻസ്. അപ്പം നോക്കാം. പക്ഷെ പിന്നെ അവർക്കും പിന്നെ ഇഞ്ചുറിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും ഇഞ്ചുറി അതെ പൊക്കോളും. ഗാവിക്ക് ഡെമ്പല് ഉണ്ടായിരുന്നപ്പോ അതായിരുന്നു ഒരു സമാധാനം. ഒരു 6 മാസം എന്തായാലും ഇഞ്ചുറി പോവായിരുന്നു. എന്തായാലും പിന്നെ അതേപോലെ എന്നെ സർപ്രൈസ് ചെയ്ത വേറൊരു പ്ലെയർ ബ്രഹീം ഡിയാസ് ആണ്. ഒബ്വിയസ്ലി ബ്രഹീം ഡിയാസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ശരി കേട്ടോ. അവന്റെ ആ ഇത്ര ഒരു മിലാനിന്ന് പെട്ടെന്നൊരു വന്ന് ഭയങ്കര പെട്ടെന്ന് എനിക്ക് ബെഞ്ചിലേക്ക് ഒരു ഫാക്ടർ എന്ന് തോന്നുന്ന അവന് റയലിലുള്ള ടൈമില് ഭയങ്കരമായിട്ട് ഡിസയർ ഉണ്ടായിരുന്നു. റയലിൽ പ്രൂവ് ചെയ്യണം അവന്റെ അവന്റെ കൺട്രി ഒക്കെ ആണല്ലോ. അപ്പം അതിൽ പ്രൂവ് ചെയ്യണം എന്ന് അവന് നല്ല ഇതുണ്ടായിരുന്നു. അന്ന് അവൻ കുറച്ച് നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതാണ് കൺസിസ്റ്റന്റ് അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. നല്ല നല്ല കളി. ബ്രാഹിം മിലാനിൽ കളിച്ചത് ആ ഒരു പൊസിഷനിലും ഇപ്പൊ കളിക്കുന്നത് റൈറ്റ് ആണ്. എന്നിട്ടും ബ്രാഹിം നല്ല വരുന്നത്. അപ്പോ ഡ്രിബ്ലിംഗ് ബ്രാഹിം പറഞ്ഞോ സനൽ പറഞ്ഞോ. അല്ല പിന്നെ അവനെയും ലെഫ്റ്റിലും ഇടാ, കുറച്ച് റൈറ്റിലും ഇടാ. സെൻട്രൽ ആയിട്ടും നമ്മുടെ കളിക്കും. പുതിയ സിസ്റ്റത്തിലാട്ടോ അവനക്ക് നല്ലൊരു ചാൻസ് ശരിക്കും വന്നിരിക്കണത്. ഈ ഒരു സിസ്റ്റത്തിൽ കുറച്ചും കൂടി ആൻസലോട്ടിക്ക് ഇവരിനൊക്കെ ഇൻവോൾവ് ആക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പ ഗോളറിനെ എങ്ങനെ യൂസ് ചെയ്യുമെന്നാണ് അറിയാത്തത്. ഗോളർ ടൈം ഉണ്ട്. ഗോളറിന് ഒരു പ്രഷറും ഇല്ല. നമ്മുടെ മിഡ്ഫീൽഡിൽ ഒരു 11 ആൾക്കാരുണ്ട്. അവരൊക്കെ ഗോളറിന് പ്രഷറില്ല. പക്ഷെ കണ്ടതിന്ന് നല്ല പ്ലെയർ ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അത് നോക്കാം. എന്തായാലും ടർക്കിഷ് ഫാൻ ബേസ് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. സന്തോഷം. പിന്നെ വേറെ പ്ലെയർ റുഡിഗർ ആട്ടോ. ഞാൻ റുഡിഗറും ഇങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ലായിരുന്നു. കഴിഞ്ഞ സീസണിൽ അത്ര ചാൻസ് കിട്ടിയില്ലായിരുന്നു. പക്ഷെ കിട്ടിയപ്പോഴും അത്ര ഭയങ്കര കൺസിസ്റ്റന്റ് ഒന്നും അല്ലായിരുന്നു. ഇപ്രാവശ്യം മെയിൻ ഡിഫൻഡർ ഞാനാണ്. ഹാളൻഡിനെ ഡിഫെൻഡ് ചെയ്തതല്ലേ. അതൊക്കെ കാണും. നമ്മളൊക്കെ ആ ഓഡിയൻസിൽ പുള്ളിയുടെ ആ ഒരു ഡീലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു ഭയങ്കര ഒരു ഇതായി തോന്നും. അതെന്താന്ന് എക്സ്പ്രസ് ചെയ്യാൻ തന്നെ നമുക്കൊരു വേർഡില്ല ശരിക്കും. അതൊരു ചാലഞ്ചാണ്. ഡയറക്റ്റ് ഓപ്പണന്റിന്റെ മുഖത്ത് പോയി ചാലഞ്ച് ചെയ്യണ ലെവലാണ് ഇത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നാളിപ്പോ ഇസ്കോനൊന്നും തൂക്കിയിടുന്ന ഒരു വീഡിയോ കണ്ടില്ലേ നിങ്ങൾ? ഇടയില് ഇതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ലോങ് ബോൾ എന്താ വരുമ്പോ ഇസ്കോ ബോഡി വെച്ച് അതൊക്കെ എന്താ ചെയ്യാ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മെത്തേഡ്സ് ഓഫ് ഡിഫെൻഡിങ് ആ. പക്ഷെ നല്ല അവയർനെസ്സും ടെക്നിക്കൽ ആയിട്ട് നല്ല കഴിവുള്ള പ്ലെയറും ആണ്. വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൂട്ടില്ലല്ല. അതിപ്പോ നമ്മൾ പെപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾക്കാർ പറയും ഭയങ്കര അഗ്രഷൻ, അത് ഫൗൾ ഇതൊക്കെ. പക്ഷെ പെപ്പനൊക്കെ ഭയങ്കരമായിട്ട് അബിലിറ്റീസ്, ടെക്നിക്കൽ അബിലിറ്റീസ് ഉള്ള ഫുട്ബോളേഴ്സ് ആണ് ഇതൊക്കെ. അവയർനെസ്സും അതുകൊണ്ടാണ് എപ്പോ ചാലഞ്ച് ചെയ്യണം, എപ്പോ ടാക്കിൾ ചെയ്യണം, എല്ലാം. എന്താ ഋത്വിക് എന്താ പറഞ്ഞേ? അല്ല, പെപ്പൊക്കെ അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു കണ്ടിന്യൂറ്റി ഉള്ളത്. ഇപ്പോഴും സ്റ്റാർട്ടിംഗ് സീരിയായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ. അതെ അതെ. അല്ലാതെ അങ്ങനെ ആൾക്കാരെ തൂക്കിയെറിഞ്ഞോണ്ട് 50 വയസ്സ് വരെ കളിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു ലെവലും മനുഷ്യൻ തന്നെ. എന്തല്ല സത്യം പറഞ്ഞാ ആരും റിട്ടയർ ആയിട്ടില്ല ആ ഒരു ടൈമിലുള്ള ആൾക്കാരില്ലേ നമ്മുടെ ടീമിലുണ്ടായിരുന്നത്. നമ്മുടെ ടീമിൽ അങ്ങനെ റിട്ടയർ ആയിട്ടില്ല. പക്ഷെ ബാർസയില് എല്ലാവരും കോച്ചായി കുറെ അവിടെ പുറത്തുകാരായിട്ടുണ്ടാവും. അത് ലോസ് ആഞ്ചലസ് പോയി, അവിടെ കുറച്ച് വെക്കേഷൻ അടിക്കുകയാണ്. ഒരു റീസൺ ചിലപ്പോ ഇതായിരിക്കും. അന്നത്തെ ബാർസ ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെക്നിക്കാലിറ്റി
അതെ അതെ. ഉള്ള ഒരു ടൈമിലാണല്ലോ കളിച്ചത്. പക്ഷെ ഇപ്പത്തെ മോഡേൺ ഫുട്ബോൾ അത്ര കുറച്ചുകൂടെ ഫിസിക്കാലിറ്റി ഒക്കെ ഇല്ല ഇമ്പോർട്ടൻറ്റ്. അതെ അതെ. അല്ല നമ്മുടെ അവരെ സൈനിങ്സ് ഒക്കെ ഉള്ളില് മെയിൻ അത് തന്നെയാണ് പ്രൂഫ്. അതെ മിഡൊക്കെ നോക്കിയാൽ തന്നെ അതെ നമ്മളെ എല്ലാ സിസ്റ്റത്തിനും വർക്കാവുന്ന ടൈപ്പ് ആൾക്കാർ തന്നെയാണ്. അതെ മെയിനായിട്ട് ഫിസിക്കലി നമ്മുടെ ആൾക്കാര് പൊളിയാണ് പിള്ളേര്. ഒന്നും മിഡ്ഫീൽഡ് പുതിയ പറയാനില്ല. മിഡ്ഫീൽഡ് ഭയങ്കരമായിട്ട് ഫിസിക്കലി ഡോമിനേറ്റിംഗ് ആണ്. അതെ ജോമിനി, വാൽവെഡെ, കാമവിംഗ, ജൂഡും. ഉം. ചൂട് ഇതെല്ലാം അതെ ഇതിനൊരു സിസ്റ്റം കണ്ടുപിടിക്കാൻ നല്ല പാടാട്ടോ. ഞാൻ അങ്ങനെ ആലോചിച്ചു കുറച്ച്. ആൻസലോട്ടി ഒക്കെ പോവുകയാണെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഒരാള് അല്ല, ഈ പുതിയ മിഡ്ഫീൽഡിനെ കുറിച്ച് അല്ല, ഞാൻ സ്റ്റാറ്റ്സ് വൈസ് നോക്കിയപ്പോഴും ഈ ബ്ലോക്കില് ജൂഡാണ് ലീഡ് ചെയ്യുന്നത്. ഇന്റർസെപ്ഷൻ നോക്കുകയാണെങ്കിൽ ഫെഡെ ആണ് ലീഡ് അത് ചെയ്യുന്നത്. അത് അത് ടാക്കിൾസ് അത് ആണെങ്കിൽ ശരിയാട്ടോ. കാമവിംഗ ലീഡ് ചെയ്യുന്നത്. അതാണ് അത് ജൂഡിന്റെ കാര്യത്തിൽ അതാണ് എന്നെ നല്ല സർപ്രൈസ് ചെയ്തത്. കാരണം ഫുള്ളി 90 മിനിറ്റും വന്ന് ടാക്ലിങ്ങും കാര്യമുണ്ടല്ലോ. അത് ഞാൻ ശരിക്കും അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ആ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് അതെ അതെ പെട്ടെന്ന് അതെ. ഇഞ്ചുറി ആവാനുള്ള ഒരു ചാൻസ് ഒക്കെ കൂടുതലാണ്. ബോഡി ലാംഗ്വേജ് അല്ല, ആ ഒരു ശരീരം വെച്ചിട്ട്. പക്ഷെ പുള്ളി എന്റെ അമ്മയോ 90 മിനിറ്റിലും വന്നിട്ട് സ്ലൈഡിങ് ടാക്കിളൊക്കെ അതെ, ഞാൻ അതും അതെപ്പോഴും ക്ലീൻ. പറഞ്ഞിട്ടുണ്ട്. ജൂഡിന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ബോണസ് ആണ് ആയിരിക്കും നമുക്ക്. ജൂഡ് ഗോൾ എടുത്ത് മാറ്റിയാലും ഒരു 7 to 7.5/10 പെർഫോമൻസ് ആണ് എല്ലാ കളിയിലും കാണുന്നത് നമ്മള്. ടാക്കിളും ബ്ലോക്കും. അതിലാണ് നമ്മുടെ ബോർഡിന്റെ സൈനിങ്സ് ഒക്കെ. അതിലാണ് അവരുടെ മേലെ ഒരു പ്രത്യേക റെസ്പെക്ട് വേണം. ജൂനി കലാപത്തിന്റെ ആ ഒരു കഴിവാണത്. റിക്രൂട്ട്മെന്റ്. അതെ 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 അതെ. ജൂഡ് പക്ഷെ ഭയങ്കര വെൽ ടോട്ടൽ ടാലന്റ് ആയിരുന്നു. എനിക്ക് അത് വേറെ ഒരു ടീം അവൻ എടുക്കരുത് എന്നായിരുന്നു എനിക്ക്. അതെ എനിക്ക് അതെ ലിവർപൂളോ അവനായിട്ട്. അതെ അതെ, EPL-ലൊക്കെ പോയാ പിന്നെ കഴിഞ്ഞ്. കാരണം എന്തായാലും ബാലൻഡോർ പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാ. EPL-ലും കൂടെ പോയാ പിന്നെ അവരുടെ ഈ പിന്നെ പോപ്പുലാരിറ്റി ഉറപ്പാ അവിടെ. അതെ കളി വരുന്നു ഇന്ന്. അവരോ അല്ലെങ്കിലോ അവന്മാരനെ കൊണ്ട് സഹിക്കാൻ വയ്യ. ഇനിയിപ്പോ ഇങ്ങനെ ഒരു പ്ലെയറിനെയും കൂടി കിട്ടും കൂടി ചെയ്തു കഴിഞ്ഞാ പിന്നെ അല്ല ഞാൻ മറ്റേ ഇന്റർവ്യൂ ഒക്കെ കാണേ. അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോ ഇങ്ങനെ കാണില്ല. അപ്പൊ അവൻ ആ ഇംഗ്ലണ്ടിന്റെ കളി കഴിഞ്ഞ സ്കോട്ട്ലൻഡിനെതിരെ കഴിഞ്ഞ് ഇന്റർവ്യൂ പറയണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറയണ്ടായിരുന്നു എനിക്കിവിടെ 10-15 കൊല്ലം കളിക്കണം എന്നൊക്കെ പറയും. ആ വീഡിയോ ചിലപ്പോ നിങ്ങൾ കണ്ടിട്ടോ. മൈക്കിളോവൻ പറയണത് ജൂഡ് മൈക്കിളോവിടെ ആരോ പറയുന്നേ പ്രീമിയർ ലീഗ് കളിക്കണം എന്ന് ഇവിടെ പറഞ്ഞതാണ്. ഞങ്ങക്ക് കുറച്ച് നിന്നെ ഇവിടെയും കാണണം, അവിടെ മാത്രം കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു. അല്ല അവൻ അതാട്ടോ മീൻസ് ഇപ്പൊ അവനെ നമ്മൾ ഇപ്പൊ അവര് ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് ഇവനെ ഇത്ര നല്ല പ്രൈസ് ചെയ്താലും പുള്ളി പറയുന്നത് ഇപ്പൊ ഞാന് ഇത്ര ടീം പെർഫോമൻസിലാണെങ്കിൽ പെർഫോം വരുന്നത് എന്നെക്കാട്ടും പെർഫോം ചെയ്യുന്ന ഒന്നുമില്ലെങ്കിൽ ഫെഡ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ പുള്ളി അവരിനെയും പറയുന്നുണ്ട്. അവർക്കും ഒരു റെക്കഗ്നിഷൻ ക്ലീൻ ആയിട്ട് ഭയങ്കര കൊടുക്കുന്നുണ്ട്. എന്താ പറയാ വെൽ ബ്രോട്ടപ്പ് കൈൻഡ് ഓഫ് ബിഹേവിയർ ആണ്. നല്ലൊരു എഡ്യൂക്കേറ്റഡ് ഇതിലുള്ള ഒരു ബിഹേവിയർ ആണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി, ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി. ഇന്നലെ തന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടു. ഇത്ര ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ കെയ്ന് മറ്റേ ഫ്രാൻസിനെതിരെ മിസ് ചെയ്തില്ല പെനാൽറ്റി വേൾഡ് കപ്പില്. കെയ്നെ കൺസോൾ ചെയ്യാൻ പോകുന്ന കൺസോൾ ചെയ്യാൻ പോണ ഞാൻ അത് ഇന്നലെ കണ്ടത്. അത് അതിന് ചെറിയ പയ്യൻ പോലെയാണ്. ഈ ഒരു പോസ്റ്ററും ഇല്ല അവന് അതില് ടീം പ്ലെയർ കൂടി ആണ്. ചെറുപ്പം പോലെ തോന്നിക്കണേ. നല്ല ടീം പ്ലെയർ ആണ്. മെന്റാലിറ്റി തന്നെ നമുക്ക് ഏറ്റവും സൂപ്പർ ആയിട്ട് ഉണ്ടായിരുന്ന ഏത് പ്ലെയർ ആയിരുന്നെങ്കിൽ മെന്റാലിറ്റി തന്നെ ആയിരുന്നു. അതിലൊരു ഇവരുടെ ഒക്കെ അല്ല ഇത് നമ്മുടെ ആൾക്കാർ കണ്ടുപിടിക്കണ തന്നെ. അവർക്കും ഒരു ക്രെഡിറ്റ് കൊടുക്കണം. ഇനി വരുന്ന എൻട്രിക്കിന് എനിക്ക് തോന്നുന്നത് മെന്റാലിറ്റി വയസ്സ് ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള 16-17 വയസ്സുള്ളെങ്കിലും ഭയങ്കര മെന്റാലിറ്റി ആണ് മൂപ്പരാകും. അത് അവന്റെ ബോഡി ലാംഗ്വേജ് മനസ്സിലാവും. അതെ, ഈ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ജൂഡിന്റെ ഒക്കെ പോലെ തന്നെ ഒരു മെച്ചൂരിറ്റി ലെവലുള്ള പോലെ നല്ല ആൻസേഴ്സ് കൊടുക്കുന്നത്. വെറുതെ എന്റെ ഡ്രീം ക്ലബ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങനെ ഒരു ഓറിയന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് അല്ല. എനിക്ക് എന്റെ എബിലിറ്റീസിൽ ഇഷ്ടമാകൊണ്ട് നല്ല ഒരു ഇത് വെച്ചിട്ടുള്ള നല്ലൊരു അല്ല ഈ ഗോളറിന്റെ ഫേസിലും അതുണ്ട് കേട്ടോ ഏകദേശം. കാരണം അവന് കളിക്കാൻ ഇറങ്ങാനുള്ള ഒരു പൊറുതിമുട്ടൽ എന്നൊക്കെ പറയില്ല നമ്മള്.
അതെ പെർഫോം ചെയ്ത് കാണിക്കാനുള്ള ഒരു ഇത് അതവന്റെ മുഖത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. അത് അവൻ അത് പണ്ട് ഒരു പ്രാവശ്യം ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു സോഷ്യഡാഡിനോടുള്ള കളിയേറ്റം. എന്നിട്ട് അവൻ അന്ന് സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൻ അന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ പോലെ അതെ എനിക്ക് ഓർമ്മയുണ്ട്. ഇൻസ്റ്റാഗ്രാമില് ട്വിറ്ററിലൊക്കെ അതെ, പക്ഷെ അന്ന് കളിക്കാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അതില്. പക്ഷെ ടൈം, അതാ ഞാൻ പറഞ്ഞ, ടൈം വരും. ഇനിയിപ്പോ അങ്ങനെ തിരക്കാക്കിയിട്ട് കാര്യമില്ലല്ലോ, ടൈം കിട്ടും. അല്ല പിന്നെ ആൻസലോട്ടി അങ്ങനെ കേട്ടോ, വെറുതെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യം പുള്ളി ചെയ്യില്ല. അതെ സിറ്റുവേഷൻ അനുസരിച്ച്. അതിപ്പോ നമ്മൾ റെസ്റ്റിന്റെ കാര്യത്തിലും പുള്ളി അങ്ങനെ തന്നെയല്ലേ. എത്ര പ്രാവശ്യം നമുക്ക് തോന്നിയിട്ടുണ്ടത് ഫാൻ സർവീസ് ഇഞ്ചറി തീരെ ആവേണമെങ്കിലേ അവനെ ചെയ്യാത്തൊരു മാറ്റിയിരുത്തുള്ളൂ. ഫാൻ സർവീസ് ഇഞ്ചറി തീരെ ആവേണമെങ്കിലേ ചെയ്യാത്തൊരു മാറ്റുള്ളൂ. മാനേജറാണ്. അത് ഈ ഒരു ടേമില് കാർലോക്ക് ചെയ്യേണ്ടി വരുന്നില്ല, അതാണ്. കഴിഞ്ഞ ടേമില് എന്ന് പറഞ്ഞാല് ആ BBC ഒക്കെ ഉള്ള ടൈമില് കാർലോക്ക് അത് ബോർഡിന്റെയും താല്പര്യങ്ങളൊക്കെ നോക്കി അത് ചെയ്യേണ്ടി വന്ന്. ഓഡെഗാർഡിനെ ഇറക്കിയതിനൊക്കെ കാർലോ പിന്നെ പറയുകയും ചെയ്ത് അതൊക്കെ ഒരു PR സ്റ്റണ്ട് മാത്രമായിരുന്നു പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ ഒന്നും ഈ ഒരു ടേമില് ചെയ്യേണ്ടി വരുന്നില്ല കാർലോക്ക്. കൂടുതല് ഫ്രീഡം ഉണ്ട് അതിലൊക്കെ. സൈനിങ്ങിൽ ഫ്രീഡം ഇല്ലെങ്കിലും ബാക്കി സ്ക്വാഡ് മാനേജ് ചെയ്യാനുള്ള നല്ലൊരു ഫ്രീഡം പപ്പ കൊടുത്തിട്ടുണ്ട്. അല്ല ഇത് പിന്നെ എനിക്ക് പുള്ളി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിൽ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പുള്ളി ഇന്നാള് പ്രസ് കോൺഫറൻസിൽ അതാ പറഞ്ഞത്. ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെ, മൂപ്പര് ഭയങ്കരമായിട്ട് മാഡ്രിഡിസ്മോ ഉള്ള ഒരാളാണ് കാർലോ. അന്ന് ഒരു സ്റ്റേജില് നമ്മുടെ ആന്തം പെർഫോം ചെയ്യുമ്പോ മൂപ്പയാള് ഫുൾ കണ്ണു നിറയുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അത് ശരിയാ. പുള്ളി എന്താ ഒന്നും ഇല്ലാണ്ട് അങ്ങനെ വിട്ട് എവർട്ടനെ വിട്ട് വന്നില്ലേ. നമുക്ക് ഞാനൊക്കെ സർപ്രൈസ് ആയിരുന്നു ആൻസലോട്ടി വന്നു എന്ന് പറഞ്ഞ. പക്ഷെ കാരണം പുള്ളി ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് തന്നെ എന്റെ മൈൻഡിൽ വരാത്തൊരു കാര്യമാണ്. അപ്പൊ പുള്ളി വന്നു എന്ന് പറഞ്ഞപ്പോ ശരിക്കും എനിക്കൊരു റിലീഫ്. കാരണം സിദാൻ പോകുമ്പോ പിന്നെ എവർട്ടണിൽ പോയി അറിയാണ്ടുള്ള ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോ പുള്ളി വന്നു പറയുമ്പോ നമ്മുടെ ക്ലബിനെ അറിയുന്ന ഒരാള്, എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ച്. അത് എവർട്ടണ് ഒരു സീസൺ ഫീവർ ഡ്രീം പോലെ ആയിരുന്നു. ആൻസലോട്ടി ചാമ്പ്യൻസ് ലീഗ് പിന്നെ ആൻസലോട്ടി ഒക്കെ മാനേജ് ചെയ്യാൻ പറഞ്ഞു. ആ സീസൺ ഹമീസ് റോഡ്രിഗസ് അവിടെ എത്തി. അവര് കുറച്ച് ടൈമിൽ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്നുണ്ടായിരുന്നു എവർട്ടൺ. അവരൊരു 2-3 മാസം ഭയങ്കര കത്തിക്കലായിരുന്നു. പിന്നെ അതങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ ഇന്നാള് പുള്ളിയുടെ മകന്റെ അസിസ്റ്റന്റ് കോച്ച് പുള്ളിയുടെ മോനാണല്ലോ, അവന്റെ എന്തോ ഇന്റർവ്യൂ കൊടുത്തൊരു ചെറിയൊരു കോട്ട് വായിച്ചു. അവിടെ പിന്നെ സൈനിങ് ഒന്നും ഇവര് പറയണ സൈനിങ് ഒന്നും കിട്ടാണ്ടായി. അവര് ഓൾറെഡി ഫൈനാൻഷ്യലി ഭയങ്കര സീൻ. ഇപ്പൊ എന്തൊക്കെ കുറച്ച് പോയിന്റ് ഒക്കെ ബാൻ എന്തൊക്കെ കിട്ടി, അങ്ങനെ എന്തൊക്കെ ചെയ്തല്ലോ. അപ്പൊ ആ സമയത്ത് സൈനിങ് ഒന്നും ഇവര് പറയണതും കിട്ടണ്ട. അപ്പൊ അവര് ഓൾറെഡി അവിടെ കുറച്ച് സീനായി തുടങ്ങി ഇത്ര. അപ്പോഴാണ് നമ്മുടെ വിളി വന്നത്. അപ്പൊ പിന്നെ അങ്ങനെ നമ്മുടെ വിളി വന്ന പിന്നെ ആരായാലും ഒന്നും നോക്കില്ലല്ലോ. നമ്മുടെ വിളി മാത്രം ഒന്നല്ല, കാർലോ ആണ് ആദ്യം വിളിച്ചത് എന്ന് പറയുന്നുണ്ട്. ചോദിച്ചിട്ടുണ്ടോ? നമ്മള് പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവിടേക്ക് വരാൻ. എന്തായാലും കാർലോനോട് ആ ഒരു കണക്ഷനുള്ള പ്ലേയേഴ്സ് കാർലോക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവും. അതാണ് ഈ മൊറീനിയോക്കും അങ്ങനെ ഒരു കൾട്ട് ഉണ്ടായിരുന്നു. കാർലോ ആ ടൈപ്പ് ഓഫ് മാനേജറാണ്. അവരുടെ ഒരു ഫാദർ ഫിഗർ പോലുള്ള ഒരു മാനേജറാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ. എനിക്ക് തോന്നുന്നു പുള്ളി അതോ കാർലോ പോകുന്നിടത്തൊക്കെ കാർലോന് ഒരു റെസ്പെക്ട് ഉണ്ട്. അല്ല, ഈ കളിക്കുന്ന ടൈമില് പ്ലേയേഴ്സിന് ഒരു പ്രത്യേക ഒരു ഫ്രീഡം പുള്ളി കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിനീഷ്യസിന്റെ ഒരു എന്താണ് ഈ ഒരു ഇതൊക്കെ വന്ന ചേഞ്ച് ഒക്കെ എനിക്ക് തോന്നിയ ഒരു കാര്യം അതാട്ടോ. കാരണം അറ്റാക്കിങ്ങിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊന്നും പുള്ളി അങ്ങനെ കൊടുക്കില്ല. മീൻസ് പുള്ളി അവനെന്താണ് ആ ഒരു ഫ്രീഡം. ഇപ്പൊ റോഡ്രിഗോ ഒക്കെ ആണെങ്കിലും, റോഡ്രിഗോ അന്ന് തന്നെ ഒരു ഇന്റർവ്യൂല് വന്നു. അവനാ എന്താണ് പാൾസ് നയം പോലെയൊക്കെ കളിക്കുന്ന സമയത്തെ പുള്ളി ഓരോ പൊസിഷനിൽ വന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി തന്നെ അന്ന് പറഞ്ഞത് അവൻ ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പോ കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടുതലാണ്, അത് കാരണം അങ്ങനെ വിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ല, അതൊക്കെ മാനേജ്മെന്റ് തന്നെ ശരിക്കും. അതെ ഇത് സെയിം റോഡ്രിഗോയും വിനീഷ്യസും ബ്രസീലിന് വേണ്ടി കളിക്കുമ്പോ കാണുന്നുണ്ടല്ലോ. ബ്രസീലിന് വേണ്ടി നിങ്ങള് അല്ല ബ്രസീലും എന്താണ് ക്രൊയേഷ്യയും തമ്മിലുള്ള കളി എങ്ങനെയാണ് ഡീൽ ചെയ്തത് വേൾഡ് കപ്പില്? വളരെ വളരെ മോശമായാണ് ഡീൽ ചെയ്തത്.
അല്ല ഞാൻ വെറുതെ ചോദിച്ചാട്ടാ. ഹാർട്ട് റയൽ ബ്രോക്കൺ മാഡ്രിഡ് ഫീൽ. പെർസ്പെക്റ്റീവിലാണ് സണ്ണി ചോദിച്ചത് അല്ലേ? ആ, മോഡ്രിച്ച് വേഴ്സസ് അതെ അതെ അതെ. വിനി റോഡ്രിഗോ. ഓക്കെ, അത് ഓ അതില് അങ്ങനെ. വിനീഷ്യസിനെ കയറ്റിയിട്ട് അതെ. റോഡ്രിഗോനെ ഇറക്കി. ഞാൻ മോശം. ഒരു കൺസെപ്റ്റ് കേട്ടോ, രണ്ട് ടീമും എനിക്ക് അല്ല, ക്രൊയേഷ്യ ഓക്കെ, ബ്രസീലൊന്നും ഞാൻ അങ്ങനെ ഇപ്പോഴാണ് ഞാൻ ഈ പിള്ളേർ വന്നപ്പോഴാണ് ബ്രസീലിന്റെ ഒന്നും കളി പോലും ഞാൻ കാണണ്ടായിരുന്നു. ഇവരുള്ളപ്പോ പിന്നെ ഇപ്പോ ഇംഗ്ലണ്ടൊക്കെ എനിക്ക് ഏറ്റവും എനിക്ക് തീരെ പറ്റാത്ത ടീമായിരുന്നു. ഇപ്പൊ ജൂഡ് വന്നപ്പോ ഇംഗ്ലണ്ടിന്റെ കളി അതെ അതെ ഇടയ്ക്ക് അതെ. എന്ന് അല്ല, എനിക്ക് ബ്രസീല് ക്രൊയേഷ്യക്ക് ഓൾറെഡി ക്രൊയേഷ്യന്റെ ഫെയറി ടൈൽ കഴിഞ്ഞതിന് മുമ്പ് ഉണ്ടായതാണ്. അവരുടെ കഴിഞ്ഞു, മോഡ്രിച്ചിന്റെ സ്റ്റോറി എഴുതി കഴിഞ്ഞതാണ്. ഇനി വിനി റോഡ്രിഗോ ഒക്കെ ടേക്ക് ഓവർ ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് എനിക്ക് ബ്രസീല് ജയിക്കണം എന്നുണ്ടായിരുന്നു. ബ്രസീല് എനിക്കുണ്ടായിരുന്നു. പ്രോഗ്രസ് കാരണം ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ആ കളി ഞാൻ ചോദിക്കാൻ കാരണം, ആ കളി കാണുമ്പോ ഒരു ഡബിൾ മൈൻഡാണ്. മീൻസ് ബ്രസീൽ അതെ എനിക്ക് അതെ. ജയിക്കണം എന്നുണ്ട്. കാരണം ബ്രസീൽ അയ്യോ. പോയാലേ അർജന്റീന തോപ്പിക്കാൻ പറ്റുള്ളൂ. ആ, ക്രൊയേഷ്യ പോയാൽ നടക്കില്ല എന്ന് എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു. അപ്പൊ അത് ബ്രസീൽ ഇന്റർനാഷണൽ ജയിക്കണം ഇതിൽ എന്നുണ്ട്. അതുകൊണ്ടാണ് പ്രശ്നം. ഇതിപ്പോ കൊറേ ടീമെന്നുള്ള പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് അതാണ് അതെ പ്രശ്നം. അതെ. ഇപ്പൊ നമുക്ക് സ്പെയിൻ, നമ്മുടെ അതെ. ടീമിൽ ഒരുപാട് ടീമിലേക്കായില്ലേ. നമുക്ക് ഫ്രാൻസും ഫ്രാൻസ് ഏകദേശം കണ്ണമാനമായി. ഫ്രാൻസ് ജർമ്മനി ഇപ്പൊ ബ്രസീല് റൂഡിഗറും ക്രൂസും ഉണ്ട്. സ്പെയിനും ഉണ്ട്. ഉം. അതെ അതെ. അത് പിന്നെ അങ്ങനെ ഒരു ഓക്കെ, അപ്പൊ ആ ഇതുണ്ട്. ടോപ്പിക്കില് വേറെ ഒരു പ്ലെയർ എന്ന് പറയുന്നത് ലുനിൻ. ലുനിൻ എന്നെ കുറച്ച് സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ലുനിൻ. നമ്മളെല്ലാരും ഇപ്പൊ ഏതൊരു റയൽ മാഡ്രിഡ് ഫാനിനോട് ചോദിച്ചാലും ഫസ്റ്റ് കീപ്പർ ലുനിനെ പറയൂ. കെപ്പാരിസവലായ പറഞ്ഞാൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള കീപ്പറാണ്, പക്ഷെ ഉം. വേൾഡ് ക്ലാസ് എന്നൊക്കെ ഒരു ടൈമിൽ പറയപ്പെട്ട ഒരു പ്ലെയർ ആണ്. അപ്പം ലുനിൻ അതിന്റെ ഒക്കെ മുകളിലേക്ക് അതെ അതെ. വരുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ക്രെഡിറ്റ് കൊടുക്കണം. അതെ. പക്ഷെ ഞാൻ സീസൺ തുടങ്ങിയപ്പോഴേ വിചാരിച്ചു എന്തിനാ, ഐ മീൻ തിബോക്ക് ഇഞ്ചുറി ആയപ്പോ എന്തിനാ കെപ്പയെ കൊണ്ടുവരുന്നേന്നുള്ള ഞാൻ വിചാരിച്ചു. ലൂണിൻ മതി എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ലൂണിൻ ലാസ്റ്റ് സീസൺ ആയാലും 2-3 കളി കളിച്ചപ്പോ തന്നെ അല്ല ചെറിയൊരു അതെ നെർവസ്നെസ് അതെ. ഉണ്ടായിരുന്നെങ്കിലും ലൂണിൻ നല്ല കളിയായിരുന്നു. അത് അല്ല പിന്നെ എന്താ പറയാ, നമുക്ക് അടുപ്പിച്ച് 2-3 ഗെയിം കിട്ടുമ്പോ എങ്ങനെയായാലും അത് സെറ്റ് ആവും. അത് ഏത്, ഐ മീൻ ടോപ്പ് ക്ലബിൽ കളിക്കുന്ന ഒരു ടോപ്പ് പ്ലെയർ ആകുമ്പോ എന്തായാലും ആ 2-3 കളി അടുപ്പിച്ച് കളിക്കുമ്പോ സെറ്റ് ആവും എന്നുള്ള ഉറപ്പായിരുന്നു. അപ്പൊ കെപ്പേനെ കൊണ്ടുവന്ന് ശരിക്കും ഒരു വേസ്റ്റ് ആയിരുന്നു. അതില് കാർലോന്റെ എന്താ അറിയില്ല, കാർലോന് എന്തായാലും ലൂണിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഐ മീൻ ആ ടൈമില് ഇഷ്ടപ്പെടാത്ത അല്ല ട്രസ്റ്റ് ചെയ്യാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. എന്നിട്ട് ഇപ്പോ കാർലോ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ലൂണിനെ. കാർലോയും സിദാനൊക്കെ ആ ഒരു ടൈപ്പ് മാനേജേഴ്സ് ആണ്. അവര് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ടാവും. മറ്റുള്ളവര് അവരുടെ എക്സ്പെക്ടേഷന്റെ ആ ഒരു ഇതിലേക്ക് വന്നാലേ ഇവര് ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും, എന്നാലേ ചാൻസ് കിട്ടും. അപ്പൊ ലൂണിനൊക്കെ നല്ലോണം വർക്ക് ചെയ്ത് ആ ഒരു ലെവലിൽ എത്തി. ഇനിയിപ്പോ കെപ്പെ റിന്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, വെറുതെ ആണ്. കെപ്പ എന്താ റിന്യൂവൽ ഉണ്ടാവില്ല, അതെനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് പോലെ വാങ്ങിയതായിരിക്കും. ആ ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മളൊരു ആയിട്ട് ഒരു കിട്ടുന്ന. പാനിക് പോലെ വാങ്ങിയതായിരിക്കും. അതെ എനിക്ക് അതെ, അതാ തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒരു സേവ്. പിന്നെ ലുനിൻ മാത്രം വെച്ച് സീസണിലേക്ക് പോകാനും പറ്റില്ലല്ലോ. എന്തായാലും സെക്കൻഡ് കീപ്പർ വേണല്ലോ. ലുനിൻ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് മണ്ട കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അധികം നമ്മൾ ചാൻസും കൊടുത്തിട്ടില്ല. അതാണ്. അപ്പൊ നമ്മുടെ പ്രതീക്ഷയില് പുള്ളിക്ക് ഒരു ചാൻസ് ഓപ്പർച്യൂണിറ്റി വന്നൊരു റേഞ്ചും ആയിരുന്നു. ആ സമയത്ത് തന്നെ പിന്നെയും കെപ്പേനെ കൊണ്ടുവന്ന് കെപ്പയായിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്നും പറഞ്ഞപ്പോഴാണ് നമുക്കും കുറച്ച് അതിലൊരു എതിർപ്പ് തോന്നിയത്. പക്ഷെ പുള്ളി ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയി എടുത്ത് പെർഫോം ചെയ്ത് വരിക, അതന്നെ ഉള്ളൂ. ക്രെഡിറ്റ്സ്. നല്ല അതന്നെയായിരിക്കും കോൺഫിഡൻസ് ഉള്ള ചിലപ്പോ. പ്ലെയർ ആണ് ലുനിൻ. നല്ല ഒരു കുറച്ചുകൂടി ഒരു അതോറിറ്റി, വശം ചിലപ്പോ അതും ആയിരിക്കും. ബോക്സിൽ കുറച്ചുകൂടി അതോറിറ്റി ഫീൽ ചെയ്യിക്കുന്ന ഒരു പ്ലെയർ ആണ്. അതെ അതെ, ലൂണിന് നമ്മുടെ നല്ല ഈ കഴിഞ്ഞ അവയർനെസ് ഉണ്ട്. കളിയിൽ ബോൾ എവിടെ വരുന്നുണ്ട്, ക്രോസിന് എവിടെ തുള്ളണം. അതെ അതെ, നമ്മളാ ക്രോസസ് ഒക്കെ മൂന്നാമത്തെ നല്ല ഗോള് രീതിയിൽ. കൺസീഡ് ചെയ്ത് കണ്ടില്ലേ? അതൊന്നും അയ്യോ, ശരിക്കും അത് ആ ക്രോസിനൊക്കെ പ്രിപ്പയർ ആവണം ഏതൊരു ഗോളിയാണെങ്കിലും. മൂന്ന് ഗോളിലും നല്ല കീപ്പർ ആണെങ്കിൽ തിബോ ഒക്കെ ആണെങ്കിൽ 3 ഗോളും കയറില്ലെന്ന് ഞാൻ പറയും. ഗ്രീസ്മന്റെ ഗോളൊക്കെ സൂപ്പർ ആണ്. പക്ഷെ അത് മീൻസ് പുള്ളിക്ക് അറിയാ കെപ്പയാണ് ഇത് പ്ലേസ് ചെയ്താൽ മതിയെന്ന്. അതേ ഉള്ളൂ ആ ഗോളില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതും എന്താണ് വീക്ക് ഫുട്ട്, പുള്ളിയുടെ വീക്ക് ഫുട്ട് ഒന്നും കണക്കല്ല, എന്നാലും പറയാം. കാരണം ജസ്റ്റ് ഒരു പ്ലേസ്മെന്റ് ആണ്, പുള്ളിനെ കൊണ്ട് അത് എത്തൂല എന്ന് ആർക്കും ഗ്രീസ്മന് നന്നായിട്ട് അറിയാം. അപ്പൊ അതിലാണ് എനിക്ക് ഭയങ്കര അത് ശരിക്കും സിമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്ത പോലെ തോന്നിയത്. ക്ലാസ് ഗോളാണ്, നമ്മളങ്ങനെ അത് നമ്മുടെ ഡിഫൻസ്. അത് മൊറാട്ട ആക്ച്വലി 2 ഡിഫൻഡേഴ്സിനെ ഡ്രോ ചെയ്തിട്ടുണ്ട്. മൊറാട്ട നല്ല റണ്ണ് നടത്തി, ഡമ്മി റണ്ണ് നടത്തി. മോഡ്രിച്ചിനെ ബീറ്റ് ചെയ്തു. പിന്നെ ഭയങ്കര ഗ്യാപ്പ് അവിടെ തുറന്നു തന്നു. ഇതുപോലുള്ള ഇടയ്ക്ക് ഓരോന്ന് വാങ്ങല് നമുക്ക് ഉണ്ട്, അത് കുറച്ചായി.
അത് ഉണ്ടാവും. നമ്മളെ കൊണ്ട് ഇങ്ങട് നികത്താനൊന്നും അങ്ങനെ പറ്റണമെന്നില്ല. ഉം. പിന്നെ നമ്മൾ അടിക്കണം, പക്ഷെ ഗോൾ അടിക്കണം കൊണ്ട് പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ക്രോസസ് ഡീൽ ചെയ്യുന്നത് കെപ്പ ഭയങ്കര വീക്കാണ്. തീരെ കോൺഫിഡൻസ് ഇല്ല. എന്താ കഴിഞ്ഞ കളി തന്നെ ഒരു ക്രോസ് അതെ എങ്ങോട്ടാ അതെ പോകുന്നത്, ഒരു ഷോട്ടാണോ ക്രോസ് ആണോ എന്ന് അറിയില്ല, എങ്ങോട്ടോ പോകുന്നതൊക്കെ ചാടി മൊബൈൽ സേവ് ചെയ്ത് അതെ, കോർണർ അതാ ആക്കി. ആ കെപ്പയുടെ പ്രശ്നം. അത് കോർണറാക്കി അവസാനമുള്ളത് കോർണർ ഇല്ലേ? ആക്കി ഞാൻ പേടിച്ചു അത് എല്ലാരോടും കൊള്ളും, ഞാൻ ഗോൾന്ന് ഏറ്റവും എന്നൊക്കെ. പുറത്തേക്ക് പോകുന്ന ഗോൾ. ബോളാ വെച്ചു അത് ചാടിയിട്ട്. അതെ 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 ഞാനത് ഗോള് വാങ്ങും വിചാരിച്ചായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ആ പുറത്തു പോകുന്ന ബോളിനെ ഇവൻ കൈതട്ടി കോർണർ ആക്കി കൊടുത്ത് നമുക്ക് അതെ. ഫുള്ള് നെഗറ്റീവ് പോവാണ്. ഏത് റേഞ്ച് വരെ പോവാൻ നെഗറ്റീവ്. ഇവനെ ആ ഒരു ടൈമിൽ 85 മില്യൺ കൊടുത്ത് വാങ്ങാണ്ടിരുന്ന എത്രയോ നന്നായി. അയ്യോ, അത് സത്യം കേട്ടോ. അത് ഭയങ്കര റോബറി ഇവനും അതെ. ആയിപ്പോയനെ. ബിൽബാവൊന്നല്ലേ, ബിൽബാവല്ലായിരുന്നോ അത്ലറ്റിക് അല്ല, നമ്മൾ ബിൽബാവോ? ആ അതെ, റേറ്റ് കൂടുതൽ ബിൽബാവോ കൊണ്ട് സൈൻ ചെയ്യാണ്ടിരുന്നാണ് തോന്നുന്നു അല്ലേ? അല്ലല്ല, റേറ്റ് കൂടുതൽ സിസു പറഞ്ഞു പറഞ്ഞുകൊണ്ട്. വേണ്ടെന്ന്. നമ്മൾ അതെ. ആക്ച്വലി ബിഡ് ഇട്ടതാ, അപ്പൊ സിസു പറഞ്ഞു ലാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് എവൻ വേണ്ടി വാങ്ങിച്ചില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതേപോലെ നവാസിന്റെ അതേപോലെയായിരുന്നു രണ്ട് വീക്ക്. അതെ, നവാസിന്റെ അതെ ടൈമില്. അതേപോലെ ആയിരുന്നല്ലോ പോഗ്ബയ്ക്കും ഇതേപോലെ എന്തോ 90 മില്യൺ എന്തോ കാണാൻ പറഞ്ഞായിരുന്നല്ലോ. അല്ലല്ല, പോഗക്ക് 120 മില്യൺ പ്ലസ് ആ ഹാമിസ് ആൻഡ് ഇത് ക്രൂസ്. അയ്യോ, അതൊക്കെ അതൊക്കെ just. സ്വപ്നങ്ങളിൽ മാത്രം വിവേക് കിട്ടും. ഇതൊക്കെ ബാഴ്സയിലേ നടക്കുള്ളൂ, നമ്മുടെ ഇതിലൊന്നും നടക്കില്ല എന്ന് ആർക്കും അറിയില്ലല്ലോ. ബാഴ്സ അതൊക്കെ ചെയ്യാം. 150 മില്യൺ കൊടുത്ത് കൊതിനോനൊക്കെ വാങ്ങിയിട്ട് ഞാനൊക്കെ ഇങ്ങനെ ആലോചിച്ചു, കൊതിനോനൊക്കെ സംഭവം ഇനിയസ്റ്റർ റോളിക്കാണ് അവർ ഉദ്ദേശിക്കണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ആ കുട്ടീനെ ലോണില് പോയിട്ട് അവരോട് ഗോൾ അടിച്ച് എട്ട്. ബാർസക്ക് തന്നെ നോക്കി, ബാർസനെ തന്നെ നോക്കിയിട്ട്. അതൊക്കെ ഭയങ്കര മീം ടൈം ആയിരുന്നു കേട്ടോ ബാർസക്ക്. ഇപ്പൊ കുറച്ചുകൂടെ ഭേദമുണ്ട്. അതൊക്കെ പറഞ്ഞ ഭയങ്കര ട്രോൾ ടൈം. കളിയായിരുന്നത്. എനിക്ക് ഇവനെ കണ്ട് ചിറിച്ച കളിയായിരുന്നത്. അതെ അതെ, പെട്ടെന്നൊക്കെ ഇത്രയും ചിരിച്ചിട്ടില്ല ഓരോ കളി കണ്ടിട്ട്. ഡേവിസ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഡമ്മി കളിച്ചിട്ട് ഡേവിസിന്റെ ടോപ്പിക് പറഞ്ഞപ്പോഴാ എനിക്ക് മോസ്റ്റ് ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നിയ പ്ലെയർ ഫ്രാൻ ഗാർസിയാണ്. പേഴ്സണലി എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, ഒരു ബാക്കപ്പ് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് തോന്നുന്നു കൊണ്ടുപോകുന്നത്. പെർഫോം ചെയ്യണമെങ്കിൽ ബെറ്റർ പക്ഷെ ആയി ഞാൻ വിചാരിച്ചു ഫ്രാൻ എന്താ പറയാ വിനിയൊക്കെ ആയിട്ട് നല്ലൊരു കെമിസ്ട്രി ഉണ്ടാവും, നല്ലൊരു അറ്റാക്കിംഗ് ഒരു കെമിസ്ട്രി മലയാളം ഉണ്ടാക്കുന്ന വേർഡ് വിചാരിച്ചത്. പറയുകയാണെങ്കിൽ അതെ അതെ ഒരു മലയാളം വേർഡ് പറയുകയാണെങ്കിൽ ഒരു പരക്കം പാച്ചില് പറയില്ലേ അതെ, കളിയുടെ ഇടയില്, അതുപോലെയാണ്. ഫുള്ള് അങ്ങോട്ട് പോവുക, അവിടെ പോയി കൂടുക, ഇവിടെ വരും, ഇവിടെ വന്ന് കൂടുക, ഒരേ നിലാത്ത വെച്ചിട്ട കോഴിനെ പോലെ അതെ അതെ അതെ. പക്ഷെ ആ ഒരു റേഞ്ച് ആണ്. ജസ്റ്റ് ടു ഹിസ് ക്രെഡിറ്റ് നമ്മളെ സെക്കൻഡ് അസിസ്റ്റ് പ്രൊവൈഡർ ആണ്. സെക്കൻഡ് അല്ല, മോസ്റ്റ് ക്രോസസ് അസിസ്റ്റ്. നല്ല അതെ അതെ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോ ഗോള് നല്ല ഡെലിവറി ഒക്കെ പുള്ളിക്ക് കൊടുക്കും. കഴിവുള്ള ആളാണ്. കഴിവുണ്ട്. പക്ഷെ ചില ടൈപ്പ് ഓഫ് ഗെയിംസിൽ മാത്രമേ അങ്ങോട്ട് കാരണം എഫക്റ്റീവ് ആവൂന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് അതാണ് ആള് വല്ലാണ്ട് ഒരു ചെറിയ ഒരു സ്റ്റാച്ചർ ഒക്കെ ഭയങ്കര ശരീരം. ചെറുതാണ്, ആ, അത്ര ഇമ്പോസിങ് അല്ല. അതൊക്കെ അത് കാർവാളും അങ്ങനെ ആണെങ്കിലും, പക്ഷെ കാർവാളിന് ആ ഒരു ഇതുണ്ട്, കർവാജാല് ഫിസിക് ഉണ്ട്. കാർവാള് പിടിച്ചു നിൽക്കും എക്സ്പീരിയൻസ് വെച്ചിട്ട്. പക്ഷെ ഫ്രാന് പറ്റില്ല. കർവാഹാലിന് ഇപ്പൊ നല്ല ഒരു ഐക്യം ഉണ്ട്, ഫ്രാനിന് ഒരു ഐക്യം വന്നിട്ടില്ല. കാർവജാല് നമ്മുടെ ബിൽഡപ്പില് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു പ്ലെയറാ ശരിക്കും. കാർവാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയേണ്ടി വരും ഈ സീസൺ. പറയേണ്ടി വരും. അല്ല, ഞാൻ നമ്മുടെ കഴിഞ്ഞ എൽ ക്ലാസിക്കോ വന്നില്ലേ, അപ്പൊ ആ എൽ ക്ലാസിക്കോ വന്ന സമയത്ത് ഇപ്പൊ നമുക്ക് യൂട്യൂബില് ലാലിഗ പേജിൽ പഴയ എൽ ക്ലാസിക്കോ ഒക്കെ കിട്ടും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ദിവസം, നമ്മൾ എപ്പോഴും അറിയാം 2014-13 MSN കത്തി നിൽക്കുന്ന സമയം. അതേപോലെ നമ്മള് BBC ഉണ്ട് അത് വരെ. പക്ഷെ അന്ന് ബെയിലില്ല, ബെയിൽ ഇഞ്ചുറി. അപ്പൊ അന്ന് നമ്മുടെ മിഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂസും മോഡ്രിച്ചും 2 പിവട്ടായിട്ടും, ഇസ്കോ ലെഫ്റ്റിലും എന്താണ് ജെയിംസ് റൈറ്റും, ഫ്രണ്ടില് ബെൻസമയും എന്താണ് റൊണാൾഡോ. കാർവജാൽ കേട്ടോ അന്ന്. അതില് കാർവജാലിന്റെ പെർഫോം നെയ്മറിനൊക്കെ തൂക്കി അടിക്കണ്ടേ. പുള്ളിയൊക്കെ വന്നിട്ട് ആ പ്രൈം നെയ്മറിനൊക്കെ പുള്ളി എങ്ങനെ ഡീൽ ചെയ്യണ അറിയോ. പക്ഷെ ഞാൻ പറയുന്ന ആ ക്രൂസ് മോഡ്രിച്ച് അടിപൊളി അതേ കളിയാണ് അവരിപ്പോ ആ ഡബിൾ പിവറ്റ് പോലെ കളിക്കണത്. ക്രൂസിന്റെ കളി മെയിൻ ആയിട്ട് അത് അന്ന് കണ്ടോണ്ട് ഞാൻ പറഞ്ഞട്ടോ, അത് ഒരു വ്യത്യാസമില്ല, സെയിം ആണ്. അതേ റോൾ ആ ലെഫ്റ്റ് CM
ഇപ്പോഴും അത് കളിപ്പിക്കണത് ലെഫ്റ്റ് സൈഡിൽ. കാർവാളിന് ഹൈ ബോൾ എടുക്കും, സ്വിച്ച് ചെയ്യും, ഇങ്ങോട്ട് എടുക്കും, അങ്ങോട്ട് സ്വിച്ച് ചെയ്യും. സിമ്പിള്, എത്ര സിമ്പിളായിട്ടാണ് ആ വൺ ടച്ചുകളും ഒക്കെ. അതൊക്കെയാണ് ഇനിയിപ്പോ മിസ്സല്ല. ചിലപ്പോ നമ്മൾ അറിയാൻ പോണില്ല, കാരണം ഇവർക്ക് പുതിയൊരു സിസ്റ്റം ആകുമ്പോ. പക്ഷെ എന്നാലും പറയാ, പുള്ളിനെ ഒരു കൊല്ലം കൂടി നിർത്തിയിരിക്കണ്ടേ? ഒരു കൊല്ലൊക്കെ സുഖമായിട്ട് നിർത്താം. ക്രൂസിനൊക്കെ പ്രത്യേകിച്ചും. ക്രൂസൊക്കെ ഇപ്പോഴും ഭയങ്കര ഹൈ ലെവലിലാണ് കളിക്കുന്നത്. പിന്നെ ക്രൂസിന്റെ പ്ലേ സ്റ്റൈൽ അങ്ങനെ ഫിസിക്കല് എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലേ സ്റ്റൈലും അല്ല. അതുകൊണ്ട് എന്തായാലും ക്രൂസിനെ നിർത്തിയത് നമ്മളെ പുള്ളി ആയത് കൊണ്ടാണ് ഒരു പ്രശ്നം. പുള്ളി ചിലപ്പോളേ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാ പുള്ളിക്ക് അങ്ങനെ മൈൻഡാണ്. ഇന്റർനാഷണൽ അതാണ് അങ്ങേര് മതിന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. മോഡ്രിച്ച് പിന്നെ ഈ സീസണോടെ പോകും തോന്നണോ? അതെ, മോഡ്രിച്ചിന്റെ പെർഫോമൻസ് കുറച്ച് ഇൻകൺസിസ്റ്റന്റ് ആണ്. ചിലയിലൊക്കെ നല്ല പെർഫോമൻസ് ആണ്, ചിലയിൽ ഇങ്ങനെ പിന്നെ ഈ സിസ്റ്റം മാറ്റിയില്ല, അതിൽ പുള്ളിക്ക് കുറച്ച് അടി പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 4-3-3 കളിക്കുമ്പോ മോഡ്രിച്ച് കുറച്ചും കൂടി ഈ ഒരു സിസ്റ്റത്തില് പുള്ളിക്ക് ആ ഒരു ക്രൂസിന്റെ പൊസിഷൻ ഒന്നും കളിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു അടി പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ക്രൂസിന് കുറച്ച് പ്രശ്നമായിരുന്നു സ്റ്റാർട്ടിംഗ് ലെവലിലൊക്കെ കയറാൻ. കഴിഞ്ഞ പ്രാവശ്യം മോഡ്രിച്ച് നല്ല പെർഫോമൻസും ആയിരുന്നു. ആ സിസ്റ്റത്തിൽ മോഡ്രിച്ചിന് കുറച്ച് ഇത് വന്നത്. പിന്നെ ക്രൂസിന് യൂസ് ചെയ്ത് നമ്മള് CDM ആക്കിയിട്ടായിരുന്നു. ഷോമണി ഇഞ്ചുറി ആയപ്പോഴും സിറ്റിയൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അതൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊന്നും ക്രൂസിന് സിറ്റിന്റെ ഒന്നും പറയണ്ട. എന്തായാലും മിഡ്ഫീൽഡ് വൈസ് നല്ല സെറ്റ് ആണ്. കുറച്ച് ടൈം ഇപ്പൊ ക്രൂസ് മോഡ്രിച്ച് പോയാലും ഏകദേശം നോക്കേണ്ട ആവശ്യമില്ല. ക്രൂസ് മോഡ്രിച്ച് പോയാലും നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് നമ്മളെ ഉണ്ട്. അതുകൊണ്ട് അതൊരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല എന്തായാലും. അറ്റാക്കിലും ഗോൾ സ്കോറർ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ഇത് മതിയോന്നും അറിയില്ല, കാരണം ഈ സീസൺ കഴിഞ്ഞാല് ഏകദേശം ഇതിൽ തന്നെ പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് അറിയുള്ളൂ. അതെ, ഇത് സസ്റ്റൈനബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എൻട്രിക്ക് വരുന്നോടെ കുറച്ചൊരു ഇതുണ്ടാവും. പക്ഷെ അറിയില്ല, ഇനിയിപ്പോ എംബാപ്പെ സാഗ ഇനിയും തുടങ്ങുമല്ലോ ഇനിയിപ്പോ സമ്മറില്. അതേ ഇനിയും സഹിക്കണല്ലോ. എന്താണ് നിങ്ങളുടെ അവസ്ഥ? അതിങ്ങനെ ന്യൂസ് വരുമ്പം ഇഗ്നോർ ചെയ്ത് ഇപ്പൊ എംബാപ്പയ്ക്ക് ഇനിയിപ്പോ കൊടുക്കണമെങ്കിൽ ഇനിയും 100 കൊടുക്കേണ്ടി വരില്ലേ? 100 കൊടുത്താലും ഞാൻ എന്തായാലും എംബാപ്പെ വേണമെന്ന് പറയൂ. എംബാപ്പെ പറഞ്ഞാല് ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. 100 കൊടുക്കുന്ന വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതാണ് എംബാപ്പെ കാരണം നമുക്ക് ഇനി ഹാളണ്ടിനെ ഒന്ന് മിസ്സാവുന്ന ഒരു ഇത് വരരുത്, അത്ര എനിക്കല്ലോ. ഹാളണ്ട് എന്തായാലും ഇപ്പൊ അവൈലബിൾ ആവുന്നില്ല, പക്ഷെ അഥവാ ആവുന്ന ടൈം വരാണെങ്കിൽ. അല്ല, അത് ശരിയാ. ഇപ്പൊ ഞാനും ഇടയിൽ ഒന്ന് ആലോചിച്ചത് അതായിരുന്നു. കാരണം ക്രിയേറ്റീവ് പ്ലെയേഴ്സ് ആയിട്ട് നമുക്കിപ്പോ ആൾക്കാരുണ്ട് ശരിക്കും. ഒരു ഗോൾ സ്കോറർ എന്നുള്ള ലെവലില് ഹാളണ്ടിനെ നമുക്ക് ഇപ്പൊ എന്താ പറയാ, എംബാപ്പയുടെ റേഞ്ച് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുകയാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ല ശരിക്കും. ഒരു ഹാമില്ലാത്ത ലെവലില് പുള്ളി ഒക്കെ ആണെങ്കിലും ഇതില്ല, അറിയില്ല. പക്ഷെ ഹാളണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സിറ്റി ഗ്രൂപ്പ് കൊടുക്കൊന്നുമില്ല. അതൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുന്നു. എൻട്രിക്ക് വരട്ടെ എന്തായാലും, എൻട്രിക്ക് വന്നിട്ട്. പിന്നെ ഈ സീസൺ അറ്റ്ലീസ്റ്റ് ഈ സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗോൾസിന് കുറവൊന്നുമില്ല. ഗോള് നമ്മൾ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അടിക്കുന്നുണ്ട്. അത് ചിലപ്പോ നമ്മള് അടിക്കാത്ത കളി കൊറേ ആയി തോന്നുന്നു അല്ലേ? ഞാൻ അന്ന് കഴിഞ്ഞ ലീഗ് മാച്ചിൽ എന്തോ ഈടായിട്ട് സെറ്റ് പീസും നമ്മള് അടിക്കുന്നുണ്ട്. കൊറേ കാലമായിട്ട് കോർണറിലൊന്നും ഗോൾ അടിക്കില്ലേനു. അല്ല, അത് കഴിഞ്ഞ നമ്മള് മറ്റേ ഇവിടെ ജയിച്ചില്ലേ അലാവസില്, റുഡീഗറിന്റെ ഗോള്, വാസ്കസിന്റെ ഗോളില് ജയിച്ചില്ലേ? ആ സമയത്ത് തന്നെ പുള്ളി പറയുണ്ടായിരുന്നു അവരൊരു സെറ്റ് പീസ് കോച്ചുമായിട്ട് നമ്മളൊരു വേറെന്തോ ട്രെയിനിങ് പുതിയത് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു. അതിലിപ്പോ അടുപ്പിച്ചപ്പോ 3 കളി കോർണറിന് ഗോൾ അടിച്ചു. നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ചില കളിയൊന്നും ഗോൾ അടിക്കാൻ പറ്റില്ല. എങ്ങനെങ്കിലും നമ്മള് ടൈറ്റിൽസ് അടിക്കുന്ന സീസണിലൊക്കെ നമ്മള് ഇങ്ങനെ തന്നെയാണ് ജയിച്ചു പോയിട്ടുള്ളത് കുറെ കളികൾ, ടഫ് മാച്ചസ് ഒക്കെ. അതെ, ലീഗിലൊക്കെ ഇത് തന്നെ വേണം. പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഞാൻ ഇങ്ങനത്തെ ഓരോ നിമിഷങ്ങളാണ് പ്രതീക്ഷിക്കണത്.
അതുണ്ടാവും, അതെന്തായാലും ഉണ്ടാവും. എന്തായാലും ടഫ് മാച്ചസും ഉണ്ടാവും അതില്. ഇങ്ങനത്തെ റുഡിഗർ അല്ല നമുക്ക് നമ്മൾക്ക് ഏരിയലി നമ്മൾ ആക്ച്വലി കുറച്ച് ഏബിൾ ആണ് ഇപ്പൊ. റുഡിഗർ, ചുവാമേനി ആക്ച്വലി കുറച്ചും കൂടെ ഗോൾ അടിക്കണം. ചുവാമേനി നല്ല അടിക്കണം. ഏരിയയിൽ ഇമ്പോസിങ് പ്ലെയർ ആണ്. കുറച്ചും കൂടെ ഗോളുകൾ വരാനുണ്ട് എന്തായാലും ചുവാമേനിന്റെ അടുത്തുനിന്ന്. അത് വരട്ടെ, വരുമ്പോ നോക്കാം. മണി ഒരു 40 യാർഡ് ഷൂട്ടും ഒക്കെ സൂപ്പറാണ് പുള്ളിയുടെ. അതൊക്കെ വരാനുണ്ട്, അതെ അതൊക്കെ അതെ, പെൻഡിങ് ആണ്. അതൊക്കെ കൂടുതൽ ട്രൈ ചെയ്യണം. അതെ. അത് കാരണം അല്ല ഉമ്മർത്ത് എത്തി അടിക്കന്നെ, കാരണം എല്ലാവർക്കും ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഉണ്ട്. നല്ല ഫെഡേനൊക്കെ ലോങ് ആൻസലോട്ടി കഴിഞ്ഞ സീസൺ അതാണ് ചെയ്യിപ്പിച്ചത്. ആ ലോങ് റേഞ്ചിൽ ഷോട്ടില് എത്തിയ പട്ടച്ചോ. നമ്മളെ മിഡ്ഫീൽഡ് ഭയങ്കരാണ്. ചുവാമേനി, അതെ വാൽവേർഡെ, പക്ഷെ മോഡ്രിച്ച്, ക്രൂസ് അറിയാം. മറ്റേ ഇതില്ലേ ബോക്സിന്റെ അവിടെ നിന്നൊക്കെ ഫ്രീ കിക്ക് ഒക്കെ ഇപ്പൊ കുറച്ച് ഡൗൺ ആയ പോലെ നിങ്ങക്ക് തോന്നുന്നില്ലേ? മീൻസ് ഫ്രീ നമ്മള് കിക്കില് അത് ഇപ്പഴല്ലല്ലോ, കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഡൗൺ കുറെ ആണ്. കാലമായിട്ട് down ആ. അതിലൊരു അല്ല, ഞാൻ ആലോചിക്കണം ഇപ്പൊ ഫെഡേനൊക്കെ അതൊന്ന് അടുപ്പിച്ചിടും. ഫെഡേക്ക് അവര് ഫെഡ ഒരു ടച്ച് അടിക്കാറുണ്ടല്ലോ. കൊടുത്തിട്ടാണ് അടുപ്പിക്കണത്. അല്ല, അവരൊരു അതെ, ടച്ച് കൊടുത്തിട്ട് ഡെഡ് ബോൾ അടിക്കുന്നില്ല. അതെന്താണാവോ? ഫെഡ അടിക്കുന്ന ടെക്നിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത് വാളിന്റെ ലെവലിലാണ് പോവുക. അങ്ങനെയാണ് വോളിന്റെ പോവുക. ലെവലിലേ പോകും. അതിന് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റ് ഒന്നും അങ്ങനെ ആരും ഇല്ല. പിന്നെ അലാവ ഉണ്ട്. റോഡ്രിഗോ വന്നപ്പോ നല്ല റോഡ്രിഗോ ആണ് എനിക്ക് കുറച്ച് ഫ്രീ കിക്ക് എടുത്തു. അതെ. അതെ, പിന്നെ ക്രൂസിന്റെ എന്താ പറയാ, ഇങ്ങനത്തെ ഫ്രീ കിക്ക് അല്ലെങ്കിൽ പെനാൾട്ടി അല്ല, കോർണർ കിക്ക് ഡെലിവറീസ് കുറെ കാലമായിട്ട് ഒരു ഡിസൈർഡ് ലെവലിലേക്ക് അങ്ങ് എത്തുന്നേ ഇല്ല. ബാക്കിയെല്ലാം അടിപൊളിയാണ്, പക്ഷെ ഈ രണ്ട് സിറ്റുവേഷനിൽ ക്രൂസിന്റെ ബോൾ ഭയങ്കരമായിട്ട് അങ്ങ് എത്തുന്നൊന്നും കണ്ടിട്ടില്ല. അത് ശരിയാ, അതില്ല ശരിക്കും. ഇപ്പൊ ഈ എംബാപ്പെ ഫ്രീ കിക്ക് എടുക്കുന്നുണ്ടോ? ഫ്രീ കിക്ക് എടുക്കാറുണ്ട്. എടുക്കാറുണ്ടല്ലേ? എംബാപ്പയ്ക്ക് ആ ടെക്നിക്ക് ഉണ്ട്. ഉണ്ടല്ലേ? ടെക്നിക്ക് ഒക്കെ ഉണ്ട്, പക്ഷെ അതാണ് നമ്മക്ക് പിന്നെ നമ്മള് ഈ റെഗുലർ ആയിട്ട് ഫ്രീ കിക്ക് അടിച്ച് കയറ്റുന്നതൊക്കെ ഒരു ടൈമില് റൊണാൾഡോ ഒക്കെ കത്തി നിക്കുമ്പോ നമ്മള് കുറെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ആവറേജിൽ ഇപ്പൊ സീസണില് മെസ്സിന്റെ ഒക്കെ നമ്മള് കുറെ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഒരു ആവറേജിൽ ഒരു സീസണിൽ 3-4 ഫ്രീ കിക്ക് കയറിയാൽ അതാണ് ഒരു ആവറേജ് നമ്പർ. അല്ല, നമുക്ക് ഗോളല്ല, ഒരു ഓൺ ടാർഗറ്റ് എങ്കിലും വരുന്ന ഒരു റേഞ്ചില് ഒരു തട്ടെന്ന് തോന്നുന്ന ഒരു അത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഗോൾ അടിക്കാനൊന്നും അങ്ങനെയല്ല. അതെ, അത് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ഇതാണ്. നമുക്ക് എന്തായാലും മിഡ്ഫീൽഡ് അപ്പൊ സെറ്റാണ്. നമ്മള് ഋത്വിക്, നമ്മള് ഈ ഫ്രണ്ട് ലൈനിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഹെൻറിക്ക്, എംബാപ്പെ, ഫോർബിഡൻ വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തു. അടിപൊളി. എംബാപ്പെ ഇത് നമ്മുടെ ഈ പെഞ്ഞ ട്വിറ്ററില് എംബാപ്പെ എന്നുള്ള വേർഡ് മ്യൂട്ട് ചെയ്തിട്ടുള്ളത്. എംബാപ്പെ ടർട്ടില്